വാടാ വരുവാ. എന്തൊക്കെയാണ് അത്ര ലോങ് ടൈം. കുറേ ആയിട്ട് ചോദിക്കല്ലായിരുന്നു ട്രേഡിങ്ങിനെ പറ്റിയിട്ട്, എന്താണ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. ABCD അറിയില്ലെങ്കിൽ നമ്മളെ ഓഡിയൻസിന്, ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിൽ ട്രേഡിങ് അറിയുന്നവരായാലും ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്തവരായാലും ഒക്കെ നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ബേസിക് ടു അഡ്വാൻസ്ഡ് ട്രേഡിങ് എങ്ങനെ മനസ്സിലാക്കാം. അതായത് ട്രേഡിങ്ങിൻ്റെ റോ ബോട്ടം ബേസിക് എന്താണെന്ന് തൊട്ടിട്ട് ട്രേഡിങ് തീരെ അറിയാത്ത ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് പോലെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, എക്സ്പ്ലനേഷനൊക്കെ ചെയ്തിട്ട് അത് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഗൈസ്. സോ നിങ്ങൾ അഥവാ ട്രേഡിങ്ങിൽ ഓൾറെഡി മാസ്റ്റേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ സമയം എടുത്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ എന്തെങ്കിലും തിരക്കുകളിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിരക്കൊക്കെ ഒഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ പ്രോപ്പറായിട്ട് ടൈം കിട്ടുന്ന സമയത്ത് കാണാൻ ശ്രമിക്കുക. കാരണം ചിലപ്പോൾ ഇത് ഫാസ്റ്റ് അടിച്ചിട്ടോ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലയിൽ കയറത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ വെൽക്കം ടു ദി വീഡിയോ. ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് മെസ്സേജ് ഇതൊക്കെ അയക്കാറുണ്ടല്ലോ. അപ്പം എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ചോദിക്കാം. ഇപ്പം റോ ആയിട്ട് നമുക്ക് ഫുൾ അതിന് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം അറിയേണ്ടത് ഈ പച്ചയും ചുവപ്പും കാണുന്നതൊക്കെ ഇതാണ്. അതായത് ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത കുറേ പേർക്കുള്ള ഒരു ഇത് കാണുന്ന ഒരു മാജിക്കൽ സംഭവം പോലെ തോന്നുന്നൊരു സാധനമാണ് ഈ മുന്നിൽ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും കാണുന്നത്. അപ്പം നമ്മളിങ്ങനെ സിസ്റ്റത്തിൻ്റെ അകത്ത് കയറി ഓരോ ട്രേഡ് പഞ്ച് ചെയ്യുക, അതിങ്ങനെ നമ്മൾ എന്താ പറയുക, അതിലിങ്ങനെ പ്രോഫിറ്റ് എടുക്കുന്നതൊക്കെ ഇങ്ങനെ കാണാം. അപ്പം ഇവിടെ ആൾക്കാർക്ക് പല രീതിയിലായിരിക്കും മെൻ്റലി ഇതിനൊരു പിക്ചർ ഉണ്ടാവുക. കുറച്ച് ക്യാൻഡിൽസ് ഇങ്ങനെ കാണുന്നുണ്ട്, ക്യാൻഡിൽസ് എന്താണെന്ന് പോലും അറിയാത്തവരായിരിക്കും. അപ്പം കുറേ ഇങ്ങനെ ഗ്രാഫ് പോലെ സെറ്റപ്പുകൾ കാണുന്നുണ്ട്. അതിലിങ്ങനെ ഗ്രീന് വരുമ്പോൾ ഇങ്ങനെ ഈ പ്രോഫിറ്റ് വരുന്ന കാണാം, ചില സമയത്ത് കാണാം റെഡ് വരുമ്പോൾ പ്രോഫിറ്റ് വരുന്നു. എന്നിട്ട് അത് ചില സമയം കാണാം ഈ ലോസ് വരുന്നു റെഡ് കളറിൽ, എന്നിട്ട് ലോസ് കട്ട് ചെയ്യുന്ന വീഡിയോസ്. അപ്പം പ്രോഫിറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോസും ആണ് അധികം ഉണ്ടാവുക. ഒരുവിധം എല്ലാ ട്രേഡിംഗ് ഗുരുക്കളൊക്കെ പ്രോഫിറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഇടാറുണ്ട്. അപ്പം അതിൻ്റെ ശേഷം ഈ പല പൈസയുടെ നോട്ട് കെട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. കുറേ നോട്ട് കെട്ടുകൾ, ട്രേഡിങ്ങിൽ നിന്ന് കിട്ടിയ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമാക്കിയുള്ള കുറേ വീഡിയോസ്. ഇതൊക്കെയാണ് ബേസിക്കലി എല്ലാവർക്കും കിട്ടുന്ന ഒരു സോഴ്സ് ട്രേഡിങ്ങിനെ പറ്റിയിട്ട്. അപ്പം ഒരു കോഴ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു 10-30,000 രൂപ മിനിമം കൊടുക്കണം. എത്ര കോഴ്സിന് അന്വേഷിച്ചപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാൽ 30,000 രൂപ ഒരു കോഴ്സിന് കൊടുക്കണം, ട്രേഡിംഗ് കോഴ്സിന്. അതിപ്പോൾ ദുബായിലാണെങ്കിലും ദുബായിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ട്രേഡിംഗ് കോഴ്സസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരെല്ലാം ഓഫർ ചെയ്യുന്നതും അത്യാവശ്യം നല്ല വലിയ എമൗണ്ടാണ്. അപ്പം നമുക്ക് നോർമൽ ആളുകൾക്ക്, ഇപ്പം ഞാൻ എൻ്റെ 10 to 10,000 ട്രേഡിംഗ് ചാലഞ്ച് ചെയ്തിരുന്നു. അത് ചെയ്യാനുള്ളൊരു റീസൺ എന്തായിരുന്നു വെച്ചാൽ ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു ഈ ട്രേഡിംഗ് ഇൻഡസ്ട്രീൻ്റെ അകത്ത്. ചെറിയ എമൗണ്ട് ഇട്ടിട്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് ഭയങ്കര ഫൂളിഷ്നെസ്സാണ്, മൊത്തം അടിച്ചു പോകുന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ പൊളിച്ചടക്കി. ഓൾറെഡി $10,000 ആക്കിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ പ്രീവിയസ് സ്ട്രീമോ അല്ലെങ്കിൽ ലൈവ് സ്ട്രീമോ പോകുന്ന വീഡിയോസ് ഉണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. എനിക്കൊരു 2-3 പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റിൻ്റെ പേര് 10 to 10,000 ട്രേഡിംഗ് ചാലഞ്ച് ജേണി എന്നാണ്. അതിൻ്റെ അകത്ത് ഒരു 105 വീഡിയോസ് അങ്ങനെ എന്താണ് ഉണ്ട്. ആ 105 വീഡിയോസ് അതിൽ ഫസ്റ്റത്തെ വീഡിയോ തൊട്ടിട്ട് കാണാൻ ശ്രമിക്കുക. $10 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫുൾ ജേണി ഉണ്ട്. അത് $10,000 ആവുന്നവരെ ലൈവ് സ്ട്രീം പോയിട്ടുള്ള ജേണി ഉണ്ട്. സോ നിങ്ങൾക്ക് ഏകദേശം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഐഡിയ കിട്ടും അത് പോസിബിളാണ്, അങ്ങനെ ഒരു സംഭവം പോസിബിളാണ് ട്രേഡിങ്ങിൻ്റെ അകത്ത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർ പറയും, ഇപ്പം ഒരു $10 $100 ഒക്കെ എത്തിക്കുന്ന സമയത്ത് ചിലർ പറയും അത് ലെക്കാണ്, അതൊക്കെ ഏത് സമയത്ത് അടിച്ചു പോകും, കത്തിച്ച് കളയും, മാർക്കറ്റിൽ വൈപ്പ് ഔട്ട് ചെയ്യും അങ്ങനെ. അപ്പം ഇത് ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതെങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയോ? ട്രേഡിംഗ് എന്ന് പറയുന്നത് നോർമലി എല്ലാവർക്കും പറ്റിയൊരു പണിയല്ല. ഇതാദ്യം മനസ്സിലാക്കണം. ഇത് പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ ഒന്നും അറിയാതെ ചാടി കയറി ട്രേഡിങ്ങിലോട്ട് വന്ന് ഇമ്മീഡിയറ്റ്ലി പൈസ ഇട്ടിട്ട് അതങ്ങോട്ടേക്ക് ഗാംബ്ലിങ് രീതിയിൽ ആ മാർക്കറ്റിലേക്ക് ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ബൈ അടിക്കും, റെഡ് കാണുമ്പോൾ സെല്ലടിക്കും. ഇങ്ങനത്തെ ഒരു മെത്തേഡിൽ ഇങ്ങനെ പോകുന്നവരായിരിക്കും അധികം പേരും. അതായത് ഒന്നും അറിയാത്ത
ട്രേഡിങ്ങിലോട്ട് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് നിങ്ങൾ മാർക്കറ്റിനെ പറ്റിയിട്ട്, അതായത് ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ട്രേഡ് ചെയ്ത് നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇതൊരു ഷോർട്ട് ടൈമിലോട്ട് കയറിയിട്ട് പെട്ടെന്നൊരു പൈസ ഉണ്ടാക്കി അതിൽ നിന്ന് ഇറങ്ങി ആ പൈസ കൊണ്ട് വേറെ പൈസക്കാരനായി മാറുന്ന ഒരാളെയും കിട്ടത്തില്ല. ട്രേഡിങ്ങിൽ സസ്റ്റെയിൻ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പതുക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയാലേ നമുക്ക് ഇതൊരു എന്താ പറയുക സൈഡ് ഇൻകം പോലെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ടൈം ട്രേഡിലോട്ടൊക്കെ വന്ന് ഒരു നല്ല ട്രേഡർ ആവാൻ പറ്റത്തുള്ളൂ. അപ്പം ബേസിക്കലി ഇപ്പം പറഞ്ഞില്ലേ ഈ പച്ചയും ചുവപ്പൊക്കെ സംഭവങ്ങൾ എന്താണ്, ഇതിൻ്റെ പേരാണ് കാൻഡിൽ സ്റ്റിക്സ്. ഇത് നമ്മൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം, നിങ്ങൾക്ക് ബാർസെന്നോ അല്ല എന്ത് വേണമെങ്കിലും വിളിക്കാം. നോർമലി നിങ്ങൾക്കറിയാം ഈ കാൻഡിൽ സ്റ്റിക്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചില ഗ്രാഫുകളൊക്കെ ഉണ്ടാകാറില്ല. പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടി നമ്മളൊരു ലൈന്, ഇവിടെ ഒരു ലൈൻ വരിക്കും, ഇങ്ങോട്ടൊക്കെ ഒരു ലൈൻ വരിക്കും, എന്നിട്ട് ആ ലൈൻസിൽ ഒരു ഡേറ്റ് ഒരു ഭാഗത്തുണ്ടാവും, ഒരു ഭാഗത്ത് പ്രൈസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആ പ്രൈസ് ഡേറ്റ് മാറുന്നതിനനുസരിച്ച് ഇന്ന ഡേറ്റിൽ ഇത്ര പ്രൈസ് ആയിരുന്നു, അടുത്ത ഡേറ്റിൽ ഇത്ര പ്രൈസ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ, പൈ ഡയഗ്രാംസ്, പല ഡയഗ്രാംസ് ഒക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പ്രൊജക്റ്റിനും സെമിനാറിനൊക്കെ വരച്ചിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ അകത്തുള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കാനുള്ളൊരു മെത്തേഡാണ് ഈ കാൻഡിൽ സ്റ്റിക്സ്. ഇനി ഈ കാൻഡിൽ സ്റ്റിക്സിനും പകരം നമുക്ക് വേണമെങ്കിൽ ഈ ട്രേഡിംഗ് വ്യൂ ഇത് മനസ്സിലാക്കാൻ, ഈ കാൻഡിൽ സ്റ്റിക്സിനെ പറ്റി പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട സംഭവം എന്താ വെച്ചാൽ ട്രേഡിംഗ് വ്യൂ എന്നൊരു സംഭവമുണ്ട്. ഈ ട്രേഡിംഗ് വ്യൂ ആണ് അധികം നിങ്ങൾ കാണുന്നത്. എല്ലാ ട്രേഡേഴ്സിൻ്റെയും ഇതിൽ അധികം ട്രേഡേഴ്സൊക്കെ ഇരുന്ന് ലൈവായിട്ട്, പല ട്രേഡേഴ്സും ലൈവായിട്ട് ട്രേഡിംഗ് വ്യൂ ആണ് കാണിച്ചു തരാറ്. പക്ഷെ ഞാൻ ലൈവ് ട്രേഡ് എൻ്റെ എക്സനസിൻ്റെ അകത്തിരുന്ന്, എൻ്റെ ട്രേഡിംഗ് ടെർമിനലിനകത്തിരുന്ന് ലൈവ് ട്രേഡ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കാറുള്ളത്. പക്ഷെ അധികം ട്രേഡിംഗ് ഗുരുക്കളെല്ലാം കാണിക്കാറുള്ളത് ഈ ടെർമിനലാണ്, അത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ടെർമിനലാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആർക്ക് വേണമെങ്കിലും ട്രേഡിംഗ് വ്യൂ ഒരു ഈ ജിമെയിൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഇമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് ട്രേഡിംഗ് വ്യൂവിൽ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ട്രേഡിംഗ് വ്യൂ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ പേഴ്സിൻ്റെയും ലോകത്തുള്ള എല്ലാ അസറ്റ്സിൻ്റെയും ചാർട്ട് ഇതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിൽ കാണുന്ന ചാർട്ട് ഗോൾഡിൻ്റെ ആണ്. ഞാൻ അധികം ട്രേഡ് ചെയ്യുന്നത്, ഞാൻ കുറച്ചുകൂടെ മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരൊറ്റ പെയറിലാണ്, ഗോൾഡ്. ചില സമയത്ത് ഞാൻ ബിറ്റ് കോയിനും ട്രേഡ് ചെയ്യാറുണ്ട്. സോ ഷോർട്ട് സേയിങ് ട്രേഡിംഗ് വ്യൂ ഈസ് ദി മെയിൻ തിങ്. അതായത് നമ്മളെ മെയിൻ ആയിട്ട് നമുക്ക് കാൻഡിൽസും കാര്യങ്ങളും, നമുക്ക് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാറില്ല, അതെല്ലാം വരയ്ക്കുന്നത് ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്താണ്, നമ്മൾ എസ്റ്റിമേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നമ്മൾ ഈ ഗ്രീൻ കാണുന്ന ക്യാൻഡിൽ ബൈയിങ് മൂവ്മെൻ്റ് ആണ്. ഗ്രീൻ കാണുന്ന ക്യാൻഡിൽ, റെഡ് കാണുന്നത് സെല്ലിങ് ക്യാൻഡിൽസ് ആണ്. അപ്പം വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഗ്രീനും റെഡും എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ വേറെ കളേഴ്സും ആക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ആ ഗ്രീനിനും പകരം ഒരു ബ്ലാക്ക് ആക്കാം, നോ പ്രോബ്ലം. അല്ലെങ്കിൽ വയലറ്റ് കളറാക്കാം, ബ്ലൂ ആക്കാം, ഏത് കളറോ ആക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ സെറ്റിങ്സ് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ബേസിക്കലി എല്ലാവരും എന്താണ്, ഒരു പ്രോഫിറ്റ് വരുന്നത് കാണുമ്പം ഒരു ഗ്രീൻ ആകുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ ആ ഗ്രീൻ, അതുകൊണ്ടാണ് ഗ്രീൻ ഇതിൽ എല്ലായ്പ്പോഴും നിൽക്കുന്നത്. ചിലർ ബ്ലൂ ആണ് യൂസ് ചെയ്യാറ്, പിന്നെ ഈ റെഡിനും പകരം ചിലർ ബ്ലാക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇത് ഓൾ അബൌട്ട് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മളൊരു കളർ യൂസ് ചെയ്യുന്നു, താഴോട്ടേക്ക് വരുമ്പം വേറൊരു കളർ യൂസ് ചെയ്യുന്നു, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചാർട്ടിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്യാൻഡിൽസ് ബാർസ് ആക്കാൻ പറ്റും നമുക്ക്. അതുകൂടാതെ ഹോളോ ക്യാൻഡിൽസ് ആക്കാൻ പറ്റും, വോളിയം ക്യാൻഡിൽസ് ആക്കാൻ പറ്റും. ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്ത് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ലൈൻസ് ആക്കാൻ പറ്റും. സോ ഞാനിതിപ്പോൾ ലൈൻ ആക്കിയാൽ ഇതിപ്പം കാണുന്നത് എങ്ങനെയാണ്, ഇതാണ് ബേസിക്കലി. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഏകദേശം ഈ ലൈനിൽ മനസ്സിലാവും. ഇതിപ്പോൾ ലൈനാക്കുമ്പോൾ നമുക്ക് കാണാം, ഇത് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും എല്ലാവർക്കും. ലൈൻ ഇങ്ങനെ കാണുന്ന സമയത്ത് ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. പ്രൈസ് ഇങ്ങനെ താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൈസ് താഴോട്ടേക്ക് ഇങ്ങനെ മൂവ്മെൻറ്റം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈനിൻ്റെ പ്രത്യേകത എന്താ, നമുക്ക് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ളത് നമ്മൾ റെഡും ഗ്രീനും കാണുമ്പോൾ നമുക്കറിയാം, റെഡ് വരുന്ന സമയത്ത് ഇങ്ങനെ പ്രൈസ് താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗ്രീൻ വരുന്ന സമയത്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം എന്തായി, ഇപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ.
ബോട്ടം ലൈനിൽ പറയുമ്പം ഒരൊറ്റ ഇതിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഒറ്റ ഷോട്ടിൽ പറയാൻ പറ്റുന്ന എന്താ, ഇത് ഡൗൺ ട്രെൻഡാണ്, മാർക്കറ്റ് താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രൈസ് ഇങ്ങനെ താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാകത്തില്ല ഇത് എവിടുന്ന് നമ്മൾ ട്രേഡ് എടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ജപ്പാനീസ് കാൻഡിൽ സ്റ്റിക്സ് എന്നാണ് ഇത് പറയുക. അതായത് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന കാൻഡിൽസ് ജപ്പാനീസ് കാൻഡിൽ സ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതിന് പല കാൻഡിൽസിനും പല പല രീതിയിലുള്ള ഇമേജസ് ഉണ്ട്, പല രീതിയിൽ ഈ കാൻഡിൽസ് വർക്കൗട്ട് ചെയ്യും. അപ്പം സപ്പോസ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഇത് നേരെ ബിറ്റ് കോയിനോ വേറെ ഏതെങ്കിലും ചാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേറെ രീതിയിലായിരിക്കും കാൻഡിൽസ് ഉണ്ടാവുക. അപ്പം ഈ കാൻഡിൽസിൻ്റെ പാറ്റേൺസും മറ്റുള്ള അസറ്റ്സിൻ്റെ കാൻഡിൽസും എല്ലാം വ്യത്യാസമുണ്ടാവും. ഇപ്പം നിഫ്റ്റി, നമ്മളെ നാട്ടിലുള്ള നിഫ്റ്റി 50ൻ്റെ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത്. അപ്പം കാൻഡിൽസ് എന്താണെന്ന് മനസ്സിലായല്ലോ. കാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പ്രൈസ് മൂവ്മെൻറ്റ്സ് കാണാനുള്ളൊരു സംഭവമാണ്. ഇനി കാൻഡിൽസിൻ്റെ അകത്ത് വേറൊരു സംഭവം കൂടെ നോക്കേണ്ടത്, ഇപ്പം നമുക്ക് ഈ കാൻഡിൽസ് കാണിച്ച് തരുന്ന ഒരു ഹിൻ്റ് ഉണ്ട്. എല്ലാ കാൻഡിൽസും ഓരോ ഹിൻ്റ് തന്നുകൊണ്ടിരിക്കും നമുക്ക്. അതിന് പറയുന്ന സംഭവങ്ങൾ കാൻഡിൽസ് റീഡ് ചെയ്യാന്ന് പറയും. അതായത് ഒരു കാൻഡിൽ കാണിച്ചു തരുന്ന സംഭവം എന്താണ്, ആ കാൻഡിൽ കണ്ടിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, ഇത് മനസ്സിലാക്കണം. ബേസിക് സംഭവമാണ്, റോ ബേസിക്. അപ്പോൾ നമ്മളത് കാൻഡിൽസിൻ്റെ രീതികളുണ്ട്, ഓരോരോ രീതികൾ. അപ്പം ഈ പച്ചിൻ ചുവപ്പും കാൻഡിൽസിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? പച്ചിൻ ചുവപ്പ് മനസ്സിലായി. ഇനി ഇതിലുള്ള ഓരോ സംഗതികളും ഏകദേശം ഒന്ന് വിവരിച്ചു തരാൻ പറ്റും? ഈ കാണുന്ന ഈ ബൈ വെച്ചാൽ റെഡിൽ നമ്മൾ താഴേക്ക് പോകുമ്പോൾ തന്നെ ലോസ് അല്ലാണ്ട് പൈസ ഏൺ ചെയ്യുന്നതുണ്ടല്ലോ. ഓക്കെ, അതായത് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴും നമ്മൾ പൈസ ഉണ്ടാക്കണ്ടല്ലോ, സെല്ലിങ്ങിൽ പോകുമ്പോഴും പൈസ ഉണ്ടാക്കി. ഫസ്റ്റ് ടൈം തുറന്ന ടൈമിൽ അവിടെ ബൈ എന്നില്ലേ, ഈ പച്ച മുകളിൽ വരുമ്പോൾ ബൈ അടിക്കും, അത് പച്ച താഴേക്ക് വരുമ്പോൾ അതിൽ സെല്ലടിക്കും. അപ്പോൾ ഞാൻ ഫുൾ കൺഫ്യൂസ്ഡ് ആണ് അതിലൊക്കെ. ഓക്കെ, ഇപ്പം ഇതൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇതിൽ കറൻ്റ്ലി ഈ എക്സ്എൻഎസിൻ്റെ എൻ്റെ ഈ അക്കൗണ്ടിൻ്റെ അകത്ത് ഒരു ട്രേഡ് റണ്ണിങ് ആണ്. ഇതിപ്പം ബൈ ആണ് ഞാൻ അടിച്ചിട്ടുള്ളത്. ഓക്കെ, ഗോൾഡിൽ 4533.501 ഞാൻ ബൈയിങ് അടിച്ചിട്ടുണ്ട്. എത്ര ക്വാണ്ടിറ്റിയാണ് ബൈയിങ് അടിച്ചിട്ടുള്ളത്? 0.03 ആണ് ക്വാണ്ടിറ്റി ബൈ അടിച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ക്ലിയർ ആക്കി തരാം. ഒന്നും അറിയാത്തവർക്ക് ഒരു സംഭവം ഇപ്പം ചോദിച്ചില്ലേ, ഈ സെല്ലിങ് പോകുമ്പോഴും എങ്ങനെ പൈസ ഉണ്ടാകും? നമ്മൾ സാധാരണ ഒരു സാധനം മേടിച്ച് ബൈ ചെയ്ത് അത് വിൽക്കുമ്പോഴാണല്ലോ നമുക്ക് പൈസ കിട്ടുക. ഇപ്പോൾ ഒരു ഐഫോൺ, ഈ സാധനം നമ്മൾ ഒരു പൈസ കൊടുത്ത് മേടിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ഹോൾസെയിൽ ഐഫോൺ വിൽക്കുന്ന ആളാണെന്ന് കരുതുക. അപ്പം നമ്മളൊരു ഇതിൻ്റെ സപ്ലയറിൻ്റെ അടുത്ത് നമ്മൾ സാധനം മേടിച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു ബോക്സാണ് ഐഫോണിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു മാർജിൻ ഇട്ടിട്ട് അത് അടുത്ത ആൾക്ക് റീസെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ആളെന്ത് ചെയ്യും, ഇത് മേടിക്കും, ഇതൊരു 4000 ദിർഹംസിനൊക്കെ മേടിക്കുക. ഇതിപ്പം നാട്ടിലെ ചിലപ്പോൾ 1 ലക്ഷത്തിനാണ് മേടിച്ചതെങ്കിൽ ഒരു 1,10,000 അല്ലെങ്കിൽ 1,20,000 മാർജിൻ ഇത് വെച്ചിട്ടാണ് വിൽക്കുക. അപ്പം നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കമ്മോഡിറ്റി മേടിക്കുക, അത് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം നമ്മൾ പോക്കറ്റിലിടുക. ഇതാണ് നോർമൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ CFD ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്, കോൺട്രാക്ട് ഫോർ ഡിഫറൻസ്. അപ്പം ഈ കോൺട്രാക്ട് ഫോർ ഡിഫറൻസിലാണ് നമ്മളെ മൊത്തം ഫോറക്സ് മാർക്കറ്റും വർക്ക് ചെയ്യുന്നത് അധികവും. അപ്പം ഈ CFD ട്രേഡിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഐഫോൺ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഐഫോൺ നമ്മൾക്ക് ഒരു കോൺട്രാക്റ്റായിട്ട് എഴുതി തരുകയാണെന്ന് കരുതുക. ഈ ഐഫോണിന് നമ്മൾ പറയുകയാണ്, ഓക്കെ ഞാനിത് മേടിക്കാൻ റെഡിയാണ്, ഞാനിത് മേടിച്ച പോലെയാണ്, ഓക്കെ ഒരു കോൺട്രാക്റ്റിൽ എഴുതാണ്. എന്നിട്ട് പറയുകയാണെങ്കിൽ ഇതിന് 1 ലക്ഷം ആണ് ഇതിൻ്റെ വാല്യൂ. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിൽ റണ്ണിങ് ഈ ഐഫോണ് വാല്യൂ കൂടി കുറയൊക്കെ ചെയ്യുന്നില്ലേ. സാംസങ് ആണെങ്കിൽ പെട്ടെന്ന് കൂടും പെട്ടെന്ന് കുറയൊക്കെ ചെയ്യും, ലോഞ്ച് ചെയ്ത പാടനെ നന്നായിട്ട് കുറയും. അപ്പം നമ്മൾ ഈ ഫോണിൻ്റെ വാല്യൂ 1 ലക്ഷമാണെന്ന് കരുതുക ഹൈപ്പോത്തറ്റിക്കലി. ഈ ഫോൺ 1 ലക്ഷം രൂപയ്ക്ക് ഒരു ആൾ എനിക്ക് കോൺട്രാക്റ്റ് തരാണ്. ഞാനിത് 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ പറയുകയാണ് ആ ആളെടുത്ത്, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത് 1 ലക്ഷം രൂപയ്ക്ക് മേടിക്കുകയാണ്. 1 ലക്ഷത്തിൻ്റെ മേലെ എത്ര ആവുന്നോ അത്രയും പിന്നെ എനിക്ക് ലാഭമാണ്. ഓക്കെ, പക്ഷേ ഫോൺ എനിക്ക് തരുന്നില്ല.
ഫോൺ എനിക്ക് തരില്ല, ഫോൺ അവരെ കയ്യിലാണ് ഉണ്ടാവുക. അതിന് വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു കൃഷിക്കാരനാണെന്ന് കരുതുക, ഒരു കൃഷി ചെയ്യുന്ന ആളാണ്, അയാളെ കൃഷിസ്ഥലം ഉണ്ടാവില്ല, കൃഷിസ്ഥലം അത് നമ്മൾ പാട്ടത്തിനെടുക്കുന്നൊക്കെ പരിപാടിയില്ലേ, അതേപോലത്തെ ഒരു പരിപാടിയാണ്. ആ സ്ഥലത്തിലുണ്ടാവുന്ന വിത്തുകൾക്കൊക്കെ നമ്മൾ വിത്തിട്ട് അത് ആവുന്ന സമയത്ത് നമ്മൾ ഇത്ര രൂപയ്ക്ക് കോൺട്രാക്റ്റ് ചെയ്ത് കൊടുക്കും. അത് ടോട്ടലി ഞാൻ ഇത്ര രൂപയ്ക്ക് അത് എടുക്കുകയാണെന്ന് പറയും. അപ്പം അതിൻ്റെ അകത്ത് ചിലപ്പോൾ ആ എടുത്ത ആൾക്ക് ആ കൃഷി കൊയ്ത്ത് നടക്കുന്ന സമയത്ത് ഭയങ്കര ലാഭമായിരിക്കും. പക്ഷെ ചില സമയത്ത് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസൊക്കെ കാരണം എന്തെങ്കിലും തരത്തിൽ അത് നശിച്ചു പോവുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റ് ആ സമയത്ത് ഡൗൺ ആയി, അപ്പോൾ ആ നെല്ലിൻ്റെ വില വളരെ കുറഞ്ഞ്, അല്ലെങ്കിൽ അരിയുടെ വില വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൊയ്ത്തെടുക്കുന്ന സമയത്ത് അയാൾക്ക് എന്താ സംഭവിക്കുക? നഷ്ടമാണ് സംഭവിക്കുക. അപ്പം അതാണ് ഇതിൻ്റെ ബേസിക്. ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഗോൾഡ് ഇപ്പം എടുത്തിരിക്കുന്നത് ഞാൻ ബൈയിങ് ആണ്. ഈ ബൈയിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ എൻ്റെ പ്രോഫിറ്റ് എവിടെ വെച്ചിരിക്കുന്നത്? ബൈയിങ് അടിച്ചിരിക്കുന്നത് 4533 ഇത് ഞാൻ എവിടെ എത്തുമ്പോൾ സെല്ല് ചെയ്യും? 4602 സെല്ല് ചെയ്യും. എൻ്റെ എസ് എൽ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് അതായത് എനിക്ക് ലോസ് എത്ര എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മുൻകൂട്ടി ഡിസൈഡ് ചെയ്യാൻ പറ്റും. അത് എല്ലാ ബ്രോക്കേഴ്സിലും. ഇതെൻ്റെ ബ്രോക്കർ എക്സനസ് ആണ്. ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. ഈ ബ്രോക്കറിൻ്റെ അകത്തും എല്ലാ ബ്രോക്കറിൻ്റെ അകത്തും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും നിങ്ങൾക്ക് എത്ര ലോസ് എടുക്കാം നിങ്ങളെ കൊണ്ട് പറ്റും. ആ ലോസ് എത്തുമ്പം അത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൽ നിന്ന് കട്ടാവുന്ന രീതിയിൽ അത് മാനേജ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് CFD ട്രേഡിങ്. ഇനി ഇതിപ്പം ബൈയിങ് ആണ്. ഇനി ഞാൻ ഇവിടുന്ന് 4554 ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. ഇന്ന് ഫ്രൈഡേ ആണ്. ഇതെടുക്കുന്ന ദിവസം 15/5/2026. ഓക്കെ, മെയ് 15 ഫ്രൈഡേ ആണ്. മാർക്കറ്റ് നല്ല മൊമെൻറ്റം തന്നു കഴിഞ്ഞു സെല്ലിലോട്ട്. ഗോൾഡ് ഒരുപാട് ഡൗൺ ആയി. അപ്പം എനിക്ക് തോന്നി ഈ ഒരു ഏരിയയിൽ നിന്ന് ഗോൾഡിന് ബൈയിങ്ങിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ബൈയിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പം ഞാൻ ബൈ ചെയ്തത് എന്താണ്? കോൺട്രാക്റ്റ് ബൈ ചെയ്യണം, അല്ലാതെ ഗോൾഡ് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഫിസിക്കൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ നടക്കുന്നത് ജസ്റ്റ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം ഞാനിവിടെ ബൈ ചെയ്യുന്ന സമയത്ത് വേറെ ആരോ അവിടെ സെൽ ചെയ്യുന്നുണ്ട്. ലോകത്തിലിരുന്ന് വേറെ പലരും സെല്ല് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് മാച്ച് ആവും, ഓർഡേഴ്സ് മാച്ച് ആയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് എന്താവും? നമുക്കിത് നമ്മൾ ഓർഡർ ഇവിടെ പഞ്ചാവും. അത് പഞ്ചായി കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം വെയിറ്റ് ചെയ്യണോ അതോ ഇത് കട്ട് ചെയ്യണോ, ഇത്ര ലാഭം മതിയോ, ഇൻ ബിറ്റ്വീൻ എവിടെന്നെങ്കിലും നമ്മൾ സെല്ല് ചെയ്തിട്ട് ഒഴിവാക്കണോ, അതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കലി CFD ട്രേഡിങ്ങിൽ ബൈയിങ് നിങ്ങൾ മനസ്സിലായി കാണും, സെല്ലിങ്ങും സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് കരുതാണ് ഇത് ഇവിടുന്ന് റിജക്ഷൻ എടുത്ത്, അതായത് റിജക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അറിയാത്തവരാണ്, ബേസിക്കലി ഒന്നും അറിയാത്തവരാണ് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. പക്ഷേ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക, കണ്ടിന്യൂസ് വീഡിയോ കാണുമ്പോൾ വഴിയെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഇപ്പം ഇവിടുന്ന് മാർക്കറ്റ് റിജക്ഷൻ എടുത്തിട്ട് താഴോട്ടേക്ക് വീണ്ടും വരുവാണ്. അപ്പോൾ എനിക്ക് തോന്നാണ് മാർക്കറ്റ് ഇവിടുന്ന് എന്തായാലും ഇനിയും ഒന്നുകൂടെ പ്രൈസ് കുറയും. അപ്പോൾ ആ പ്രൈസ് കുറയും എന്നുള്ള എസ്റ്റിമേഷനാണ് എനിക്കുള്ളതെങ്കിൽ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം? ഈ ബൈയിങ് അടിച്ചത് എനിക്ക് ക്ലോസ് ചെയ്ത് പോക്കറ്റിലാക്കാം പ്രോഫിറ്റ്. എന്നിട്ട് എനിക്ക് തോന്നാണ് ഇവിടുന്ന് ഇനി സെല്ലിങ് കണ്ടിന്യൂഷൻ വരുവാണ് മാർക്കറ്റിൽ. ആ സമയത്ത് സെൽ ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കരുതും ബൈ ചെയ്യാതെ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത്? ബൈ ചെയ്യാതെ സെല്ല് ചെയ്യുന്നതിൻ്റെ പേരാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് CFD, കോൺട്രാക്ട് ഫോർ ഡിഫറൻസ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാനിവിടെ ഒരു സെൽ എൻട്രി ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടെ ബൈയിങ്ങും അടിക്കാൻ പറ്റും, സെല്ലിങ്ങും അടിക്കാൻ പറ്റും. സെല്ല് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യണം. എവിടെ നമ്മൾ നഷ്ടം വരുമ്പോൾ എവിടുന്ന് നമ്മളത് നഷ്ടം വഹിക്കണം എന്നുള്ളതിന് നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റണം സെല്ലിലും. അപ്പം നമ്മളിപ്പോൾ ഒരു സെൽ കോൺട്രാക്റ്റാണ് എടുത്തതെന്ന് കരുതാം. അപ്പോൾ അത് എത്രത്തോളം സെല്ല് പോകുന്നോ അത്രത്തോളം നമ്മളത് ഹോൾഡ് ചെയ്ത് അവസാനം നമുക്ക് തോന്നണം ഇനി മാർക്കറ്റ് ചിലപ്പോൾ ഈ ഒരു പ്രൈസ് എത്തി ഇനി ബൈയിങ് വരാൻ ചാൻസ് ഉണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യാം. അത് എക്സിറ്റ് ചെയ്യുന്നതോടുകൂടി ആ സെല്ല് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ലാഭം നമ്മളെ അക്കൗണ്ടിലോട്ട് കയറും. അതാണ് ശരിക്കും ഈ പറഞ്ഞില്ലേ, ബൈയിങ് അടിക്കുമ്പോഴും ലാഭം, സെല്ലിങ് അടിക്കുമ്പോഴും ലാഭം കാണാം. അതേപോലെ ബൈയിങ് അടിക്കുമ്പോഴും നഷ്ടം, സെല്ലിങ് അടിക്കുമ്പോഴും നഷ്ടം കാണാറുണ്ട്. ഇതെന്താ സംഭവം എന്നുള്ളത് CFD ട്രേഡിങ്ങിൻ്റെ ഒരു മെത്തേഡാണ്. ബൈയിങ്ങും അടിക്കാം, സെല്ലിങ്ങും അടിക്കാം. ഇനി ഒരു സംശയം കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് കാണുന്നവർക്ക്. അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ചെയ്യുന്നത്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ നോർമലി ബൈ ചെയ്യുകയാണ്, സ്റ്റോക്ക് ബൈ ചെയ്യുക.
ആ സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടുമ്പം സെല്ല് ചെയ്യുക. ഇതാണ് നോർമൽ ട്രേഡിങ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഏകദേശം ഇതേപോലാണ്, ഓപ്ഷൻ കോൺട്രാക്റ്റാണ്. അപ്പം നമ്മൾ ആ ഒരു ഏതെങ്കിലും ഒരു അസറ്റ്, ഇപ്പം നമ്മൾ ടാറ്റയുടെ ഒരു പ്രൊഡക്റ്റാണെന്ന് കരുതുക, ടാറ്റ എനർജിയോ ഏതെങ്കിലും. അപ്പം നമുക്ക് തോന്നുകയാണ് ഈ പ്രൈസ്, ടാറ്റയുടെ പ്രൈസ് ഇനി കൂടാനാണ് ചാൻസ്. അപ്പം നമ്മൾ ടാറ്റയുടെ ഷെയർസ് ബൈ ചെയ്യുന്നതിനേക്കാളും കാരണം ഷെയർസ് ബൈ ചെയ്യുമ്പോൾ ഒരുപാട് പൈസ, ചിലപ്പോൾ വലിയ വാല്യൂ ഉള്ള ഷെയറൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ബൈ ചെയ്യുന്നതിനേക്കാളും ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവരുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂവിന് കറക്റ്റായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അകത്ത്. അപ്പം അതിന് പല പല വാല്യൂസ് കാണാൻ പറ്റും. അപ്പോൾ ആ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മളിപ്പം ഒരു 20,000 ആണ് ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് കരുതുക. അപ്പം അതിനൊരു പ്രീമിയം വാല്യൂ എന്ന് പറയാം. അപ്പം അതിൻ്റെ പ്രീമിയം നമുക്ക് എത്ര രൂപയ്ക്കാണ് ഉണ്ടാവുക, അത് വളരെ കുറഞ്ഞ എമൗണ്ടിന് ഉണ്ടാവും. അപ്പോൾ ആ പ്രീമിയം നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിറ്റേത്തെ ദിവസമൊക്കെ ആകുമ്പോൾ വില കൂടാനാണ് ചാൻസ്. ഇപ്പോൾ ബൈ ആണ്, നമ്മൾ പ്രീമിയം ബൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നമുക്ക് ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ഓരോ രൂപ മാറുന്നതിനനുസരിച്ച് നമ്മൾ എത്ര ലോട്ടാണോ എടുത്തത്, എത്ര ക്വാണ്ടിറ്റി ആണോ എടുത്തത്, അതിനനുസരിച്ച് നമുക്ക് ലാഭം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി നഷ്ടമാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നഷ്ടം വന്നുകൊണ്ടിരിക്കും. പിന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിലുള്ള ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയും, ഓപ്ഷൻ ഡി കെ, അതായത് പ്രീമിയം ഡി കെ ആയിക്കൊണ്ടിരിക്കും. തീറ്റ ഡി കെ, ഗാമ ഡി കെ, ഡെൽറ്റ ഡി കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗ്രീക്സ് ഉണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോയിലൊക്കെ പഠിക്കുന്നതായിരിക്കും നന്നാവുക. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അതിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിട്ട വാല്യൂ ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ 1 ലക്ഷമാണ് ഇട്ടതെന്നെങ്കിൽ നിങ്ങളതിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഡയറക്ഷനിലാണ് മാർക്കറ്റ് പോകുന്നതെങ്കിലും ഓപ്ഷൻ പ്രീമിയം അത് ഡി കെ ആയി 0-ലെത്താൻ വരെ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇത് മനസ്സിലായല്ലോ ഇപ്പം CFD ട്രേഡിങ് എന്താണെന്നും കാൻഡിൽ സ്റ്റിക്സ് എന്താണെന്നും. ഇപ്പം സെല്ലിങ് അടിക്കുമ്പോഴും ലാഭം ഉണ്ടാക്കാം, ബൈയിങ് അടിക്കുമ്പോഴും ലാഭം ഉണ്ടാക്കാം, അതും മനസ്സിലായല്ലോ. അപ്പോൾ ഈ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പേരാണോ ബ്രോക്കർ? അതിനെ പറ്റിയൊരു ഈ ട്രേഡിങ്ങിന് നമ്മൾ ആപ്ലിക്കേഷനുകൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്താണെങ്കിലും അല്ലെങ്കിൽ CFD ട്രേഡിങ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം ആണല്ലോ. പണ്ടത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കോളൊക്കെ ചെയ്തിട്ട്, നിങ്ങൾ ചില പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ, ഈ ഏതായിരുന്നു ആ പടത്തിൻ്റെ പേര്, ദുൽഖറിൻ്റെ ഒക്കെ പടത്തിൽ കണ്ടില്ല, ഈ കോൾ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ്. അങ്ങനെ ഓരോ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പറയണം നമുക്ക് ഇത്ര പൈസ എടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളത് എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു പേപ്പർ വർക്കാണ് ചെയ്യുന്നതൊക്കെ പണ്ടത്തെ കാലത്ത്. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പം ഫാസ്റ്റായി, എല്ലാവർക്കും ഇരുന്ന്. അപ്പം ഈ വിളിച്ച് പറയുന്ന ആളില്ലേ, ആ ആൾ ബ്രോക്കറാണ്. അപ്പോൾ അയാൾക്കൊരു കമ്മീഷൻ ഉണ്ടാവും. സെയിം മെത്തേഡ് ഇപ്പം ബ്രോക്കേഴ്സ് ഓൺലൈനിലായിട്ട് ഓരോ ട്രേഡ് ചെയ്യുമ്പോഴും ചെറിയൊരു കമ്മീഷൻ അവരെടുക്കുന്നുണ്ട്. അത് അവരിതിന്ന് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ആ ഓരോ ട്രേഡിലും ഈ സ്പ്രെഡായിട്ടും സ്വാപ്പ് ഫീസായിട്ടും ഒക്കെ അവരതിന്ന് ഡിഡക്ഷൻ ചെയ്യും. സോ അതാണ് ബേസിക്കലി ബ്രോക്കേഴ്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു കോൺട്രാക്ട്, ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂ അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ഒരു ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അപ്പം ട്രേഡിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ട്രേഡിംഗ് വ്യൂവിൽ വന്നിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മനസ്സിലാക്കാം നമ്മളെ മാർക്കറ്റ് എങ്ങോട്ടൊക്കെയാണ് ഡയറക്ഷൻ എന്നും പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ട്രേഡിംഗ് വ്യൂവിൽ. ട്രേഡിംഗ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബൈ അടിക്കണമെങ്കിലോ സെൽ അടിക്കണമെങ്കിലോ ഒക്കെ ഒരു ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യേണ്ടത്, അത് എക്സിക്യൂഷൻ എല്ലാം ചെയ്യുന്നത്. സോ അത് ഒരുപാട് ബ്രോക്കേഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഞാനിപ്പം ലൈവ് സ്ട്രീമിൽ ട്രേഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഒരുപാട്. അതെല്ലാം ചെയ്തിട്ടുള്ളത് XNS ആണ്. XNS എനിക്ക് തോന്നിയത് വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രോക്കറായിട്ടാണ്. ഞാൻ XNSൻ്റെ ഒരു ഡൈഹാർഡ് ഫാനാണ്. കാരണം ഞാൻ ഇത്രയും അച്ചീവ് ചെയ്തിട്ടുള്ളതിനൊരു മെയിൻ റീസൺ
XNSൽ ട്രേഡ് ചെയ്യുന്നതിനോടാണ്. അത്രയും ലോ ഫീസാണ് XNSൻ്റെ അകത്തുള്ള. സ്പ്രെഡൊക്കെ വളരെ കുറവാണ്. ഇപ്പം നിങ്ങൾ ഇത് ബിഗിനേഴ്സ് കാണുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം സംശയം വീണ്ടും വരും, ഇതെന്താണ് സ്പ്രെഡ് എന്ന് പറയുന്നത്, എന്താണ് ഈ സ്വാപ്പ് ഫീസ്, ഇതൊക്കെ ഇത് വഴിയെ നിങ്ങൾ മനസ്സിലാവും ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് വന്ന് കയറി. കാരണം ആദ്യം തന്നെ ഇത് നിങ്ങൾ പൈസ അങ്ങോട്ടേക്ക് ഏതെങ്കിലും ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലിട്ട് ട്രേഡിംഗ് അങ്ങോട്ട് തുടങ്ങുന്നത് മണ്ടത്തരാണ്. ചെയ്യാതിരിക്കുക. എത്ര വലിയ പൈസ ഉണ്ടെങ്കിൽ പോലും അത് മൊത്തം മാർക്കറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയും. നിങ്ങൾ ഒരു കോടിയായാലും 1 ലക്ഷമായാലും എത്ര കുറവാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും അത് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് അറിയണം എന്താണ് പ്രോപ്പറായിട്ട്, എന്താണ് മാർക്കറ്റ്, എന്താണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ മനസ്സിലായതിന് ശേഷം മാത്രം ഒരു ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് എൻ്റർ ചെയ്ത് അതിൽ പൈസ ഇട്ട് ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഡെമോ ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡെമോ ആയിട്ട് XNSൻ്റെ അകത്തും ട്രേഡ് ചെയ്യാൻ പറ്റും. XNSൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. XNS അല്ലാതെ മറ്റുള്ള വാൻറ്റേജ് ആണെങ്കിൽ വാൻറ്റേജിൻ്റെ ലിങ്കും, എനിക്ക് വാൻറ്റേജും അക്കൗണ്ട് ഉണ്ട്, എനിക്ക് അതിൻ്റെയും ഫ്രണ്ട്സ് റെഫറലുണ്ട്. അതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് അതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രോപ്പറായിട്ട്, ഞാനിതൊരു സീരീസ് ആക്കി മാറ്റാം, കാരണം ഒരുപാട് സമയമെടുക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴേക്കും. ബേസിക്സ് ടു അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു സീരീസ് ആക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ഇത് കറൻ്റ്ലി ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പിന്നെ ഇതിപ്പോൾ ലോകത്തെ എല്ലാ സ്ഥലത്തു നിന്ന് നോക്കുമ്പോഴും ഇത് ഈ ചാർട്ട് ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക? ഏത് ബ്രോക്കറിൽ കയറി നോക്കുമ്പോഴും ഇത് ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ ആയിട്ടാണ് ഉണ്ടാവുക? അതായത് ഇത് യൂണിവേഴ്സലാണ്. ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്ത് കാണുന്ന ഈ പ്രൈസ് ആക്ഷനും, അതായത് ഈ ചാർട്ട് മൊത്തം യൂണിവേഴ്സലാണ്. എല്ലായിടത്തും ഒരേപോലെയാണ് ഉണ്ടാവുക. അഥവാ ഇതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങളെ ട്രേഡിംഗ് ടെർമിനൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ചാർട്ടിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ബ്രോക്കർ ഫേക്കാണ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവർ നിങ്ങളെ ലൂട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. കാരണം അതൊരിക്കലും മാറാൻ പറ്റത്തില്ല. അങ്ങനെ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം അവർ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, നിങ്ങളെ ബ്രോക്കർ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്ന് അർത്ഥം. ട്രേഡിംഗ് വ്യൂ ആയിട്ട് നിങ്ങളെ ചാർട്ട് കറക്റ്റായിട്ട് മാച്ച് ആയിരിക്കണം, ഇല്ലെങ്കിൽ അത് യൂണിവേഴ്സൽ അല്ല, അതിലെന്തോ പന്തികേടുണ്ട് എന്നാണ് അർത്ഥം. അതെങ്ങനെ മനസ്സിലാക്കാം? അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈസിയാണ്. ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിൽ കയറിയിട്ട് ടൈം ഫ്രെയിംസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ടൈം ഫ്രെയിംസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. നമ്മൾ ട്രേഡിംഗ് ഇപ്പം ക്യാൻഡിൽസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യമാണ് ടൈം ഫ്രെയിംസ്. അതായത് ഇപ്പം ഒരു ക്യാൻഡിലിന് നമുക്ക് ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസിൽ ചെയ്യാൻ പറ്റും, അത് അനലൈസ് ചെയ്യാൻ പറ്റും. സപ്പോസ് മാർക്കറ്റ് ഇപ്പം ഒരു ബൈയിങ് ആണ് മൂവ്മെൻറ്റ്, ഒരു ബൈ ക്യാൻഡിലാണ് ഉണ്ടാക്കുന്നത് കരുതുക. ആ ബൈ ക്യാൻഡിൽ നമുക്ക് 1 മിനിറ്റ് തൊട്ടിട്ട് 1 ഡേ വരെയുള്ള ബൈയിങ് ക്യാൻഡിൽസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിപ്പം ഈ ചാർട്ടിൻ്റെ അകത്ത് ഞാൻ ഫേവറേറ്റ്സിൽ ഇട്ട് വെച്ചിരിക്കുന്ന ടൈം ഫ്രെയിംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ്, 1 ഹവർ, 4 ഹവർ, 1 ഡേ, 1 വീക്ക്. അപ്പം ഈ ഹയർ ടൈം ഫ്രെയിംസ് ടു ലോവർ ടൈം ഫ്രെയിംസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മാർക്കറ്റ് ഒരു മാസമായിട്ട് എന്താ സംഭവിക്കുന്നത് ഉള്ളത് ഒരു ഐഡിയ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ്, ഒരു മാസമായിട്ട് മാർക്കറ്റ് ബൈയിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ താഴ്ന്നിട്ടാണ് പ്രൈസ് നിൽക്കുന്നത്. ഇപ്പം ചിലപ്പം അടുത്ത മാസത്തിലോട്ടൊക്കെ നമുക്ക് നല്ല ഒരു ബൈയിങ് മൂവ്മെൻ്റ് ഉണ്ടാവും എന്നുള്ള ഒരു മന്ത്ലി അനാലിസിസ് കിട്ടാനാണ് 1 മന്തിൻ്റെതൊക്കെ നോക്കാറ്. അപ്പം പിന്നെ 1 വീക്കിൻ്റെ നോക്കാം. വീക്കിൻ്റെ നോക്കുമ്പോഴേ നമുക്ക് ലോങ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നു മനസ്സിലാക്കാനാണ്. അതേപോലെ ഡെയിലി ക്യാൻഡിൽസ് നോക്കുമ്പോൾ നമുക്ക് ആ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ അകത്ത് എന്ത് സംഭവിക്കാനാണ് ഇനി ചാൻസ് എന്നുള്ളത് നമുക്ക് ഏകദേശം സൂചന തരും മാർക്കറ്റ്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇത് ഇപ്പം ബ്രോക്കറിൻ്റെ ചാർട്ട് ഇതിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 5 മിനിറ്റിലാണ് കാണുന്നത് ബ്രോക്കറിൻ്റെ ചാർട്ടുള്ളത്. ഇത് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടാണ്. ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിൽ ഇപ്പം 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് വെച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്കാൽപ്പിംഗ് എന്നുള്ളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന റിയാക്ഷൻസ് നോക്കിയിട്ട് അതിൻ്റെ ഷോർട്ട് ടൈം ഫ്രെയിമിലോട്ട് വന്ന് 1 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റിലോട്ടൊക്കെ വന്നാൽ നമുക്ക് ഒന്നുകൂടെ ആക്യുറസി കിട്ടും എൻട്രിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ്
ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. അതിന് ഈ 2 മോണിറ്റർ വേണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് ഒറ്റ മോണിറ്ററിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അതേ ബ്രോക്കറിൽ തന്നെയല്ലേ ഉദ്ദേശിച്ചത്? ഏത് ഇത് അല്ല, ഇത് ഈ ട്രേഡിംഗ് വ്യൂ കാണുന്നത് അത് ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ മുകളിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് അസറ്റാണോ, നിങ്ങൾക്ക് ഏത് ചാർട്ടാണോ ചെക്ക് ചെയ്യേണ്ടത്, ഏത് കമ്മോഡിറ്റി ആണോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന XAUUSD ആണ്, അതായത് ഗോൾഡ് ഡോളറിലുള്ള പ്രൈസാണ് ഇതിൽ കാണിക്കുന്നത്. അത് വരുന്നത് ഓണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ്. അത് ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്തുള്ള ഇതുണ്ട്, അല്ലെങ്കിൽ Forex.com എന്ന് പറഞ്ഞിട്ടുള്ള മറ്റുള്ള പല ബ്രോക്കേഴ്സിൻ്റെ ഒക്കെ ഒരു എസ്റ്റിമേഷൻ വെച്ചിട്ടുള്ള അവരെ ടോട്ടൽ ആ ബ്രോക്കേഴ്സിൻ്റെ ഒക്കെ അകത്ത് ചെയ്യുന്നതിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ചാർട്ടിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരിക. ബട്ട് ഓവറോൾ എല്ലാം സെയിം ആയിരിക്കും, വരുന്ന റിസൾട്ട് എല്ലാം ഓവറോൾ സെയിം ആയിരിക്കും. ഗൂഗിളിനകത്ത് ട്രേഡിംഗ് വ്യൂ അടിച്ചിട്ട് അതിൽ കയറി വന്നാൽ മതി. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയല്ലോ, ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണെന്നും മാർക്കറ്റിൻ്റെ അതായത് CFD ട്രേഡിംഗ് എന്താണെന്നും ഏകദേശം എങ്ങനെ ബ്രോക്കേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഏകദേശം ഐഡിയ കിട്ടിയില്ലേ. ലോട്ട്സിനെ പറ്റിയിട്ട് എടുക്കുന്നതിനെ പറ്റി ലോട്ട് സൈസ് ഇപ്പം പല വീഡിയോസിൽ കാണാറുണ്ടാവും ബിഗിനേഴ്സ് എല്ലാവരും എന്താണ് ലോട്ട് സൈസ്, എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നതൊക്കെ. ഈ ലോട്ട് സൈസ് എന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗോൾഡ് ആണെന്ന് കരുതുക. ഇപ്പം ഗോൾഡ് റണ്ണിങ് ആണ് ഈ ട്രേഡ്. ഗോൾഡിൻ്റെ അകത്ത് 0.01 ലോട്ട് ആണ് ഇപ്പം കറൻ്റ് ഞാൻ എടുത്തിരിക്കുന്ന ട്രേഡ്. അപ്പോൾ ഈ 0.01 ലോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കണികയാണ് എടുക്കുന്നത്. അതായത് നമുക്ക് എടുക്കാൻ ഇപ്പം $4,500 റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോൾഡ് നമുക്ക് ഒരു ലോട്ട് എടുക്കണമെങ്കിൽ എത്ര വേണം? $4,527 വേണം. അപ്പം നമുക്ക് ആ $4,527 ഇല്ലാത്ത ഒരാൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് കഷ്ണം മുറിച്ച് ചെറുതാക്കി അതിൻ്റെ കണികയിൽ ഒന്നാണ് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ 0.01 അതിൻ്റെ വാല്യൂവിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അതിനാണ് ലോട്ട് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോട്ട് സൈസ് നമുക്ക് കൂട്ടി കൊണ്ടുപോകാം. നമുക്ക് ക്യാപിറ്റൽ കൂടുന്തോറും നമുക്ക് ലോട്ട് സൈസ് കൂട്ടാൻ പറ്റും. പക്ഷേ ബിഗിനേഴ്സ് എല്ലാവരും 0.01 ട്രേഡ് ചെയ്യാറ്. കാരണം ഏറ്റവും കുറഞ്ഞ ലോട്ട് സൈസിൽ ട്രേഡ് ചെയ്യുന്നതാണ് സേഫ്റ്റി. പിന്നെ ലോട്ട് സൈസ് പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു സംഭവമാണ് ലീവറേജ്. അപ്പം ഇപ്പം 0.01 ലോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളെ ബ്രോക്കർ തരുന്ന ഒരു ലീവറേജ് ഉണ്ടാവും. അതായത് ലീവറേജ് എന്ന് പറയുന്നത് ബ്രോക്കർ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈസ തരുന്ന പോലെയാണ്. അതാണ് ലീവറേജ്. അപ്പം ഇപ്പം എൻ്റെ ലീവറേജ് ശരിക്കും പറഞ്ഞാൽ ഞാൻ $10 ഇട്ടിട്ട് ഈ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, $10,000 to $10,000 ട്രേഡിംഗ് ചാലഞ്ച് ജേണി. ആ സമയത്ത് ആ $10 ഉള്ള സമയത്ത് എൻ്റെ ലീവറേജ് 1:2,000 ആയിരുന്നു. അപ്പം അത് ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല, ഓഡിയൻസിന് ആർക്കും. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വലിയ ലീവറേജ് എടുക്കരുത്. അപ്പം ലീവറേജ് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് നിങ്ങൾ എടുക്കുന്ന ആ ലീവറേജ്, ആ ലോട്ട് സൈസ് അത് മൾട്ടിപ്ലൈ ആവും. അപ്പം ഒരു ലോട്ട് 0.01 ഒരൊറ്റ ലോട്ട് എടുക്കുന്ന സമയത്ത് 1:1000 ആണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ലീവറേജ്. കാരണം ഞാൻ $5,000 എബോ എത്തിയപ്പോൾ 1:2000 ലീവറേജ് കുറച്ച് അതിൻ്റെ പകുതിയാക്കി 1:1000 ആക്കിയതാണ്. അപ്പം ഇതും വളരെ കൂടുതലാണ്. നോർമലി എല്ലാ ട്രേഡേഴ്സും ചെയ്യുന്ന ലീവറേജ് എല്ലാം 1:50, 1:100 അല്ലെങ്കിൽ 1:150 അല്ലെങ്കിൽ മാക്സിമം പോയ 1:200 അതാണ് ലീവറേജ് എടുക്കാറ് നോർമലി എല്ലാവരും, എല്ലാ ട്രേഡേഴ്സും. ഗൈസ്, എൻ്റെ പെങ്ങൾ ഇവിടെ ഇൻട്രപ്റ്റ് ചെയ്ത് ഒന്ന് കയറി വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവിക്കുന്നത് ഇവിടെ, എനിക്കും കുറച്ച് സംശയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പെങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും. അത് റോ ബേസിക് ആയിരിക്കും, പക്ക ഒന്നും അറിയില്ല ട്രേഡിങ്ങിനെ പറ്റിയിട്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് എന്തെല്ലോ മണ്ട ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു. പക്ഷേ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ABCD അറിയാത്ത ആൾക്കാരുണ്ട്, സീറോ നോളജുള്ള ആൾക്കാരുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വൈ നോട്ട് ഇതിൻ്റെ അകത്ത് ചോദിച്ചോ, കുഴപ്പമില്ല, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ. ഓക്കെ, ഞാനിപ്പോൾ ഒരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ
എനിക്ക് എത്ര ഇൻകം എൻ്റെ കയ്യിൽ വേണം? അതായത് ഇൻകം എന്ന് ഉദ്ദേശിച്ചത് എത്ര ക്യാപിറ്റൽ കയ്യിൽ വേണമെന്നാണ്, എത്ര പൈസ കയ്യിൽ വേണമെന്ന്. നോർമലി നമ്മളിപ്പോൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെ വിചാരം ട്രേഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ വളരെ വലിയ എമൗണ്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ്. നോർമലി അതൊരു മിഥ്യാധാരണയാണ്. പക്ഷേ അതേ സമയം തന്നെ ഇതൊരു തീക്കണൽ പോലത്തെ സാധനമാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇത് ഞാൻ ഇടയ്ക്ക് എൻ്റെ റീൽസിൻ്റെ അകത്തൊക്കെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസിൽ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വീഡിയോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മോട്ടിവേഷണൽ വീഡിയോ മാത്രമല്ല. ഞാൻ ചില സമയത്ത് എൻ്റെ വീഡിയോസിന് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് കമൻസ് വരാറുണ്ട്. ബ്രോ ശരിയാണ്, ഞാൻ റിലേറ്റ് ചെയ്യുന്നുണ്ട്, ബ്രോ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ഞാൻ ഇടയ്ക്ക് റിമൈൻഡ് ചെയ്യാറുണ്ട് ആളുകളെ, എന്താണ് ട്രേഡിങ് സൈക്കോളജി. ട്രേഡിങ്ങിൻ്റെ അകത്ത് ഈ സൈക്കോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കരുതും ഒരു 1000 രൂപ മതി. ഇപ്പം ഞാൻ $10 തൊട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരുപാട് പേർക്ക് അത് മോട്ടിവേഷനായി. 2 രീതിയിൽ മോട്ടിവേറ്റഡ് ആവാം. ഈ $10 മതി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഇമ്മീഡിയറ്റ്ലി ചാടി കയറി $10 ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും ചിലർ. ഒന്നും ഇതിനെ പറ്റിയിട്ട് പഠിക്കാതെ, ഒന്നും അറിയാതെ, ഒരു നോളജും ഉണ്ടാവില്ല. എന്നിട്ട് $10 ഇട്ടിട്ടല്ലേ അവൻ ചെയ്തിട്ടുണ്ട്. അവൻ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങായാണ്. ആ ചങ്ങായി ഇത്രയും പൈസ ഉണ്ടാക്കി $10 ഇട്ട് $10,000 എത്തിച്ച് എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ കരുതിയിട്ട് ഒരു ഐഡിയ ഇല്ലാതെ ചാടി കയറിയിട്ട് $10 ഇട്ട് അങ്ങോട്ട് തുടങ്ങിയാൽ ആ $10 വാഷ് ഔട്ട് ആവാൻ ഒരു ട്രേഡ് മതി, 1-2 ട്രേഡ് മതി. ആ $10 വാഷ് ഔട്ട് ആവും, കംപ്ലീറ്റ്ലി വൈപ്പാവും. പിന്നെ മാർക്കറ്റിന് വേറൊരു പ്രശ്നമുണ്ട്. മാർക്കറ്റ് ഇങ്ങനെ ഈ വിത്ത് ഇട്ടുന്ന പോലെ ഇങ്ങനെ താറാവുകൾക്കും കോഴികൾക്കൊക്കെ വിത്ത് ഇട്ടുകൊടുത്ത് വിളിച്ച് അതിന് അറുത്ത് കളയുന്നൊരു സ്വഭാവമുണ്ട്. അതായത് മാർക്കറ്റിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ ചില സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഇതേപോലെ ഈ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് എടുക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് റോങ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവർ ഇതേപോലെ ഡെപ്പോസിറ്റ് ചെയ്യും. അവർക്കാണെങ്കിൽ മാർക്കറ്റ് ലക്കിലി പൈസ കൊടുത്ത് കാണിക്കും. ഇമ്മീഡിയറ്റ്ലി, അതായത് ഫസ്റ്റ് ട്രേഡ് ആയിരിക്കും, അതിലുണ്ടാവും ഒരു $10 ഇട്ടത് $60-70 ആവും. അപ്പം ഇത് ക്രാക്ക് ചെയ്ത പോലെ തോന്നും അവർക്ക്. ഇത് ഇത്ര സിമ്പിളായിരുന്നു, ഒരു ബട്ടൺ അടിച്ച് ഞാൻ $60 ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ റിസൈൻ ലെറ്ററൊക്കെ അങ്ങോട്ട് എഴുതാൻ തുടങ്ങും. അതിൻ്റെ ഫോർമാറ്റൊക്കെ അടിച്ച് ലെവലാക്കും. എന്നിട്ട് അടുത്ത ട്രേഡ് എടുക്കുമ്പോൾ അടുത്തതും പ്രോഫിറ്റ് തന്നെ. അങ്ങനെ പിറ്റേന്ന് എല്ലാവരുടെ അടുത്തും പറയാൻ തുടങ്ങും, ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങും, ഇത് ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഇനി ജോലിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് വരും. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും ചിലപ്പോൾ ആ സമയത്ത് കറക്റ്റ് ഇങ്ങനെ ഡയറക്റ്റ്ലി ഏത് സമയത്ത് ട്രേഡ് എടുക്കുമ്പോൾ ബൈയിങ് ആണെങ്കിൽ ബൈയിങ് മൂവ്മെൻ്റ് ഉള്ള സമയത്തൊക്കെ ആയിരിക്കും ട്രേഡ് ബൈ മിസ്റ്റേക്ക് എടുക്കുമായിരിക്കും. പക്ഷേ ഈ ശിക്കാരി ശമ്പു പോലെ അത് അടിച്ച് കയറി പ്രോഫിറ്റ് കൊടുക്കും. പക്ഷേ മാർക്കറ്റിൽ ബ്രൂട്ടലായിട്ട് അവരെ മാർക്കറ്റ് പുറത്തിറക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതുവരെ ഉണ്ടാക്കിയ പ്രോഫിറ്റും എടുക്കും, മൊത്തത്തിൽ വാഷ് ഔട്ട് ആവും. അതുകൂടാതെ അവർക്ക് ആ സമയത്ത് ഒരു സൈക്കോളജി വർക്കൗട്ട് ആവും. ഇതെങ്ങനെ എൻ്റെ അക്കൗണ്ട് എങ്ങനെ എത്ര പെട്ടെന്ന് ബ്ലോ ആവാം, ഇതൊരിക്കലും പോസിബിൾ അല്ല. ഞാൻ 10 ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഏകദേശം ഒരു $100 എത്തിച്ച്. എനിക്ക് എന്തുകൊണ്ട് 1000 ഇട്ടാലും അതൊരു $10,000 എത്തിക്കാം പെട്ടെന്ന് ഇതേപോലെ. അങ്ങനെ 1000 ഇടും, 1000. അങ്ങനെയൊക്കെ ഒരുപാട് പേര് മിസ്റ്റേക്സ് ചെയ്യുന്നവർ ഉണ്ടായിരുന്നു. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറേ പേര്. അങ്ങനെ എൻ്റെ വീഡിയോസും ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് മാറ്റം വന്നവരുണ്ട്. അപ്പം ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ പൈസ ഇട്ടിട്ട് തുടങ്ങാം. പക്ഷേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ശരിക്കും തറവായിട്ട് പഠിച്ച് ക്ലാരിറ്റി ആയതിനു ശേഷം മാത്രം അതിലോട്ട് പൈസ ഇടുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ചിന്തിച്ചാൽ മതി. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. ഇത് ആരായാലും ശരി, നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഒരു ഐഡിയ ഇല്ലെങ്കിൽ, ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഒരു നോളജും ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല, ജസ്റ്റ് ഓക്കെ ഗ്രീൻ കാണുമ്പോൾ ബൈ അടിക്കാം, റെഡ് കാണുമ്പോൾ സെല്ലടിക്കാം എന്നൊക്കെ ഉള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് വരുന്നതെങ്കിൽ ചെയ്യണ്ട. നിങ്ങൾ ആ പൈസ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്തോ, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതല്ലാതെ ഞാൻ എവിടെ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ടരാം, പഠിക്കാതെ ഇതിൽ കയറി വന്നു കഴിഞ്ഞാൽ 100% നിങ്ങളെ എത്ര പൈസ അതിൽ കൊണ്ടുപോയിട്ടാലും വാഷ് ഔട്ട് ആവും. ആ പൈസ വാഷ് ഔട്ട് ആവുന്നതിന് പുറമെ നിങ്ങളെ സൈക്കോളജി, നിങ്ങൾക്കൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും എപ്പോഴും, എങ്ങനെയെങ്കിലും ഇത് തിരിച്ച് പിടിക്കണം എന്നുള്ള. അത് മനുഷ്യൻ്റെ പണ്ട് കാലം തൊട്ടിട്ട് മുതലേ ഉള്ള, സ്റ്റോണേജ് തൊട്ടിട്ടുള്ള മനുഷ്യൻ്റെ ഒരു പ്രകൃതി ഉണ്ട്. നമ്മൾ സർവൈവ് ചെയ്യാൻ നോക്കും എങ്ങനെയെങ്കിലും. ആ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഇതിലും കയറി വരും. റിവെഞ്ച് എടുക്കാൻ തുടങ്ങും. ഇതെങ്ങനെ എൻ്റെ പൈസ പോയി, ഇതിൽ വീണ്ടും പൈസ ഇട്ടിട്ട് ഒന്നുകൂടെ നോക്കാമെന്ന് വിചാരിക്കും. അത് അഡിക്ഷൻ ആവും. വീണ്ടും ലോണൊക്കെ എടുക്കാൻ ശ്രമിക്കും. ലോൺ എടുത്തിട്ട് അതിലിട്ടിട്ട് വീണ്ടും ലോസ് വരും. വളരെ
എന്താ പറയുക ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ട്രേഡിങ്ങിന് നോളജ് ഇല്ലാത്ത ആളുകൾക്ക്. അതുകൊണ്ടാണ് ചിലരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫെയിലായവരാണ് ട്രേഡിങ് ഗാംബ്ലിംഗ് ആണ്, ട്രേഡിങ്ങിലൊന്നും നടക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം ഈ ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടുള്ള ആളുകളായിരിക്കാം. കാരണം അത് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവർ മറ്റുള്ളവരും കൂടി റിലേറ്റ് ചെയ്യുന്നത്. നോർമലി ട്രേഡ് ചെയ്യുന്ന നല്ല സ്ട്രാറ്റജീസൊക്കെ ബിൽഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവരെയും കൂടി ഈ കാറ്റഗറിയിലോട്ട് അവർ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എനിക്കിങ്ങനെ ആയിരുന്നു സംഭവിച്ചത്, അതുകൊണ്ട് മറ്റുള്ളവർക്കും സംഭവിക്കും. പക്ഷേ അവർ മനസ്സിലാക്കാത്ത കാര്യം എന്താ, അവർ ചെയ്ത മിസ്റ്റേക്സ്, അവർ പഠിക്കാൻ ശ്രമിച്ചില്ല, അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ചെയ്ത മിസ്റ്റേക്സ് മനസ്സിലാക്കി എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ആ സ്ട്രാറ്റജി സ്റ്റിക്ക് ചെയ്ത് ഇരുന്ന് ട്രേഡ് എടുത്ത് അതിൽ സസ്റ്റൈനബിളായ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടുണ്ടായ മിസ്റ്റേക്സ് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. സോ പോസിബിളാണ് ചെറിയ ഡെപ്പോസിറ്റ് ചെയ്ത് ചെറിയ എമൗണ്ട് ട്രേഡിങ്ങിലോട്ട് ഇട്ട് അത് വലിയ കോമ്പൗണ്ട് ചെയ്ത് വലിയ എമൗണ്ട് ആക്കാൻ പോസിബിളാണ്. ഇപ്പോഴും എൻ്റെ ട്രേഡ് റണ്ണിങ് ആണ്. $10 നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. $10 എന്ന് പറയുമ്പോൾ 1000 രൂപയാണ്. 1000 രൂപയുടെ എത്ര പെർസെൻറ്റേജാണ്? $100. അതന്നെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. 1000 രൂപയുടെ എത്ര ഇരട്ടിയാണ് 1,00,000? ഓക്കെ, ആ 1,00,000ത്തിൻ്റെ എത്ര ഇരട്ടിയാണ് 10,00,000? അപ്പം നമ്മൾ ഈ $10 നമുക്ക് $20 ആക്കാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ഡബിളാണ്. $10 ഡബിളാണ് $20. അത് ഡബിൾ ആക്കുന്ന സെയിം മെൻറ്റാലിറ്റി ആയിരിക്കണം ആ $10 $20 എത്തുന്ന വരെയുള്ള നമ്മളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് മൂമെൻറ്റം ക്യാപ്ചറൊക്കെ ചെയ്ത് നമ്മൾ പോകുന്ന അതേ മെൻറ്റാലിറ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും അത് കോമ്പൗണ്ട് ചെയ്ത് $100 ആക്കാനും, $100,000 ആക്കാനും, 10,000 ആക്കാനും. ഇപ്പം ഞാൻ 10,000 റണ്ണിങ് ആണ്. അതിപ്പോൾ 11,000 ക്രോസ് ചെയ്തിട്ടുണ്ട് ഇന്ന്. എനിക്ക് പഴയ പോലെ ലൈവ് സ്ട്രീംസ് പോകാൻ പറ്റുന്നില്ല, ഞാൻ നാട്ടിലായതുകൊണ്ട്. പക്ഷേ ഞാനത് ഒരു തവണ ദുബായിലെത്തി കഴിഞ്ഞ് ഒന്നുകൂടെ ട്രാക്കിൽ കയറും. ആ സമയത്ത് ഞാൻ ലൈവ് സ്ട്രീം കണ്ടിന്യൂസ് വരാൻ ശ്രമിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ സൈഡിൽ കാണുന്ന സംഭവം എന്താണ്? അതായത് ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്ത് വലത്തെ ഭാഗത്ത് കാണുന്നത് പ്രൈസാണ്. അതായത് നമ്മൾ ഏത് കമ്മോഡിറ്റിയാണോ അല്ലെങ്കിൽ ഏത് അസറ്റാണോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്, ഇപ്പം ഏതോ ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ US ഓയിൽ ആയിക്കോട്ടെ, ഇതെല്ലാം ഫോറക്സ് ട്രേഡിങ്ങിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് ആണ്. അപ്പം ആ അസറ്റ്സ് നമ്മൾ ഡോളറിൽ ട്രേഡ് ചെയ്യുവാണ്. അപ്പോൾ ആ ഡോളറിൻ്റെ വാല്യൂ ഈ റൈറ്റ് സൈഡിൽ കാണിക്കും. താഴെ ബിലോയിൽ കാണിക്കുന്ന ചാർട്ടിൽ ബിലോയിൽ കാണിക്കുന്ന ടൈമാണ്, ടൈം. അപ്പം ഇത് നമ്മൾ മാറ്റുന്നതിനനുസരിച്ചിട്ട് എന്താവും, നമ്മളെ ടൈം ഫ്രെയിംസ് നമ്മൾ മാറ്റാം. ഇപ്പം മുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 5 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ്, 1 hour, 4 hour, ഇതിലോട്ടെല്ലാം നമുക്ക് ചാർട്ട് മാറ്റാൻ പറ്റും. അപ്പം ഈ 1 hourൻ്റെ അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, 30 മിനിറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ കാണുന്നത് 30 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ 30 മിനിറ്റിൽ ഏത് സമയത്താണെന്നുള്ളതാണ് സമയം. താഴെയും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് പ്രൈസ് എന്താണ്, പ്രൈസിൻ്റെ വാല്യൂ എന്താണ്, അതവിടെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നതാണ്. 4,544 ആണ് ഇപ്പോൾ റണ്ണിങ്. അപ്പം അതാണ് ശരിക്കും. അപ്പം മേലെയുള്ള ആ റെഡ് ഫസ്റ്റ് കാണുന്ന ക്യാൻഡിൽ ഇന്ന് മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്തതാണെന്ന് ചോദിക്കാം. അതായത് ക്യാൻഡിൽസ് നമ്മളിപ്പം ഇന്നത്തെ ഡേറ്റ് നമുക്ക് ഇവിടെ കാണാമല്ലോ. നമ്മൾ ഓൾറെഡി ഇപ്പം ഇന്നത്തെ ഡേറ്റിലാണ്. ഇവിടെ ടൈം UTC+4 എൻ്റെ ടൈം സോൺ കിടക്കുന്നത്. ടൈം സോണൊക്കെ നിങ്ങൾക്ക് മാറ്റാം. ഇപ്പം കറൻ്റ്ലി ഇതിന് ബ്രേക്ക്, ഇവിടെ ഒരു ലൈന് കാണുന്നില്ലേ, നമുക്ക് ഡേ സ്റ്റാർട്ടിങ്, ഡേ ക്ലോസിങ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിഫൈൻ സെറ്റിങ്സിൽ കയറിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് പല രീതിയിൽ ഇതിൻ്റെ ബാറിന് കൗണ്ട് ഡൗൺ ടു ബാർ ക്ലോസ്, അതായത് ഒരു ബാർ, അതായത് ഒരൊറ്റ ക്യാൻഡിൽ നമ്മളിപ്പോൾ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണെങ്കിൽ ആ 5 മിനിറ്റിൻ്റെ കൗണ്ട് ഡൗൺ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. 5 മിനിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ 5 മിനിറ്റിൽ കുറഞ്ഞ് 3 മിനിറ്റായി, 2 മിനിറ്റായി, 1 മിനിറ്റായി, അത് ക്ലോസ് ആവും. പിന്നെ അടുത്ത ക്യാൻഡിൽ ഇടുന്നു, വീണ്ടും 5 മിനിറ്റ് കാണിച്ച് അത് കുറഞ്ഞ് വന്ന് ടൈം വരെ കാണിക്കും ഓരോ ക്യാൻഡിലും. അപ്പോൾ അതിനെല്ലാം സെറ്റിങ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട സംഭവങ്ങളാണ്.
ഈ ട്രേഡിംഗ് വ്യൂവിനെ പറ്റിയിട്ട് വേണമെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് വേറൊരു ഇതിലോട്ട് കൊണ്ടുവരാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്, ഒരുപാട് അലേർട്ട്സ് കാര്യങ്ങളുണ്ട്, നമുക്കതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റാറ്റസ് ലൈൻസ്, സ്കെയിൽസ്, കുറേ ഇൻഡിക്കേറ്റേഴ്സ് സംഭവങ്ങളൊക്കെ. ഇപ്പം ഈവൻ ദോ എൻ്റെ ട്രേഡിംഗ് വ്യൂ പ്രീമിയം മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാത്തതാണ്, ബട്ട് അത് ഓക്കെയാണ്. നമുക്ക് നോർമലി ഫ്രീ വേർഷനിലും ഏറെക്കുറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ ഫ്രീ വേർഷനിൽ അവൈലബിൾ ആണ്. ഞാൻ ഇന്നേ വരെ ഇതിൻ്റെ അകത്ത് പ്രീമിയം വേർഷനൊന്നും എടുത്തിട്ടില്ല. അത് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയിട്ടുള്ള അതിൻ്റെ ഏറ്റവും ഞാൻ കണ്ടെടുത്തോളം ഒരുപാട് നമുക്ക് അലേർട്സ് ആഡ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ലിമിറ്റഡ് അലേർട്സ് ആണ്, ലിമിറ്റഡ് ഇതാണ്, നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ലിമിറ്റഡ് ആണ്, 2 ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പ്രീമിയത്തിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാം, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. ഞാൻ നോർമലി ട്രേഡിംഗ് സിമ്പിളായിട്ട് എടുക്കുന്ന ആളാണ്. അപ്പം ഡേ സ്റ്റാർട്ടിങ്ങിന് ഇവിടെ ഒരു ലൈന് നിങ്ങൾക്ക് കാണാം, ആ ലൈനെല്ലാം ഇതിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഡേ ക്ലോസ് ആകുമ്പോൾ ഒരു ലൈൻ ഇവിടെ വരും. ഈ ലൈൻ വേണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത്തിൽ ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ചാർട്ട് ഡിസ്റ്റർബൻസ് പോലെ എനിക്ക് തോന്നും. എനിക്കിതിന് തന്നെ മനസ്സിലാവും ഡേ സ്റ്റാർട്ടിങ് എവിടെയാണെന്ന്. അപ്പം ഇവിടാണ് ഈ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാൻഡിൽ കാണുന്നത്, ഈ ഏരിയയിലാണ്. ഇവിടുന്ന് 2-3 ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് നേരെ ഇവിടുന്ന് ഒരു സോണിന്ന് മാർക്കറ്റ് നേരെ താഴോട്ടേക്ക് വന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഓരോ ക്യാൻഡിൽ എത്ര മിനിറ്റ് വെച്ചിട്ടാണ് അതിൽ കാണുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓരോ ക്യാൻഡിലും എത്ര മിനിറ്റിൻ്റെത് കാണണം എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇതിപ്പം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വീക്കിലി ചാർട്ടാണ് ഈ കാണുന്നത്. വീക്കിലിയിൽ എന്താണ് ഗോൾഡിന് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇവിടെ താഴെ ഡേറ്റ് കാണാം, 2025 മെയ് 26 മൺഡേ. അതാണ് ഇവിടെ കാണുന്ന ഈ ക്യാൻഡിൽ. സോ അതിങ്ങനെ നമ്മൾ 2025 ഓഗസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നു, ഈ റേഞ്ചിലായിരുന്നു പ്രൈസ്. അവിടെ $3,338 ആയിരുന്നു ഒരു ഔൺസ് ഗോൾഡിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ 2025 ഒക്ടോബർ ആകുമ്പോഴേക്കും അത് ഏകദേശം എത്ര എത്തി? 4,260-70 ആ റേഞ്ചിലോട്ടെത്തി. പിന്നെ 2026 ജനുവരിയിൽ ടോപ്പിലോട്ട് പോയി, 4,900 അങ്ങോട്ടേക്ക് പോയി. 2026 ജനുവരി എൻഡ് ആകുമ്പോഴേക്കും ഏകദേശം ടോപ്പ് $5,590 എത്തി ഗോൾഡ്. അതിൻ്റെ ശേഷം പിന്നെ താഴെ വന്നു. അപ്പം ഇത് കാണുന്നത് മൊത്തം എന്താണ്? ഡേറ്റ്, ടൈം, ഇവിടെ കാണുന്നത് പ്രൈസ്. ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എത്ര മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്ക് കാണണം എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജിമീറ്റ് ചെയ്തിട്ട് എങ്ങനെ മാസ്റ്റർ ചെയ്യാം, സോൺസും പ്രൈസ് ആക്ഷനൊക്കെ എങ്ങനെ മാസ്റ്റർ ചെയ്യാം എന്നുള്ളതിന് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. എൻ്റെ പ്ലേലിസ്റ്റിൽ ഹൗ ടു ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹൗ ടു മാസ്റ്റർ സോൺസ്, ലെവൽസ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ടോപ്പ് ഡൗൺ അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ജിമീറ്റിൽ 10-40 പേര് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഫീൽ ഫ്രീ ടു വാച്ച് ഇറ്റ് ഗൈസ്. ഇത് നമുക്ക് ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസ് നമുക്ക് അനാലിസിസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് വ്യൂവിൽ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പം 15 മിനിറ്റ്, 5 മിനിറ്റ്, 3 മിനിറ്റ്, 1 മിനിറ്റ്. അപ്പം 1 മിനിറ്റൊക്കെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലോങ് ടൈം ഫ്രെയിമിൻ്റെ അകത്തോട്ട് വന്നിട്ട് ഒരു എസ്റ്റിമേഷൻ ഉണ്ടാക്കി ഷോർട്ട് ടൈം ഫ്രെയിമിൽ ട്രേഡ് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ആ ഡയറക്ഷൻ എങ്ങനെ ക്യാപ്ചർ ചെയ്യണം, എവിടുന്ന് ട്രേഡ് എടുക്കണം, അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കുറേ സമയത്തേക്ക് രാവിലെ ട്രേഡ് എടുത്തിട്ട് രാത്രി വരെ വെക്കുന്നതിൻ്റെ കുറേ ബാലൻസ് ഉള്ളപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. അതായത് ഇപ്പം സപ്പോസ് ഈ ട്രേഡ് ഇപ്പോൾ ഒരു ട്രേഡ് റണ്ണിങ് ആണ്. ഓക്കെ, ഗോൾഡിൽ ബൈയിങ്. നേരത്തെ എൻ്റെ ഒരു ട്രേഡ് റണ്ണിങ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കിങ്ങിലായിരുന്നു, അത് കട്ട് ഓഫ് ആയി ഓൾറെഡി. അത് മാർക്കറ്റിൽ എനിക്ക് ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല, ആ ലെവലിൽ കട്ടായി. അത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ ബൈയിങ് ആണ് അടിച്ചത്. ഇപ്പം വീണ്ടും ഞാൻ ലോട്ട് കുറച്ചു. 0.03 നേരത്തെ, ഇപ്പം 0.02 വീണ്ടും ഞാൻ സെയിം ഡയറക്ഷനിലോട്ടാണ് ബൈയിങ് ആണ് അടിച്ചിട്ടുള്ളത്. കാരണം ഇപ്പം മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്
വീക്കിലിയിലുള്ള ഒരു മേജർ ഏരിയയിലാണ്. ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതെല്ലാം കൂടെ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം സ്പെൻഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് സീരീസിൽ അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ 1 by 1 നമുക്ക് ആ ലെവലിലോട്ട് പോവാം, അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോവാം. ഇപ്പം ബേസിക് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ബേസിക്കലി എനിക്ക് ഈ ചാർട്ട് അനുബന്ധിച്ചിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ അത് ക്ലാരിറ്റിയിൽ പറഞ്ഞുതരാം. ആ മുകളിൽ കാണുന്ന മിനിറ്റ്സിൻ്റെ ടൈമിൻ്റെ ഒക്കെ തൊട്ട് താഴെ വേറെ എന്തോ ഒരു സംഭവം കാണുന്നില്ലേ, പോയിന്റ് ഇട്ടിട്ട്? ഏതാ? ഇതാണോ? ആ മറ്റേ സ്ക്രീനിൽ അതാ കാണുന്നത്. ഇതോ? ഗ്രീൻ കളറിൽ ഇതോ? അതതിൻ്റെ വാല്യൂ ആണ്. ഓപ്പണിംഗ്, ഹൈ, ലോ, ക്ലോസിങ്. അതായത് ഒരു ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് വാല്യൂ എത്ര ആണെന്നും അതിൻ്റെ ഹൈ എത്ര വരെ വന്നിട്ടുണ്ട് എന്നും ഇപ്പം ലോ എത്ര വരെ പോയിട്ടുണ്ടെന്നും ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസിങ് എത്രയിലാണ് എന്നുള്ളതും കറക്റ്റായിട്ട് ആ വാല്യൂ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള സംഭവമാണ് കാണുന്നത്. അതായത് ഒരു ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് എന്ന് വെച്ചാൽ ഇപ്പം സപ്പോസ് ഒരു ക്യാൻഡിൽ, ഇപ്പോൾ ഒരു ട്രേഡ് തുടങ്ങുന്ന ടൈം ഉണ്ടോ മോർണിംഗിൽ? അങ്ങനെ ഉണ്ടോ? അതായത് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഒരു സമയം ഉണ്ടാവും. നമുക്ക് ബേസിക്കലി 3 മാർക്കറ്റാണ് മെയിനായിട്ടുള്ള മാർക്കറ്റ്സ്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ സിംഗപ്പൂർ മാർക്കറ്റ് എല്ലാം വരും. നോർമലി മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഷ്യൻ സെഷനാണ്. ഏഷ്യൻ മാർക്കറ്റാണ് മെയിനായിട്ട് ഫസ്റ്റിൽ സ്റ്റാർട്ടിങ് ആവുന്നത്. നമ്മളൊക്കെ ടൈം ഫ്രെയിം വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഏഷ്യൻ മാർക്കറ്റാണ് സ്റ്റാർട്ടിങ് ഫസ്റ്റ്. ഏഷ്യൻ മാർക്കറ്റ് കഴിയുമ്പോൾ ഏകദേശം ഒരു 3 മണി, ദുബായിൽ 3 മണിയൊക്കെ ആകുമ്പോൾ, നാട്ടിലെ 4:30 ആ സമയത്ത് ലണ്ടൻ 12 മണി, ദുബായിലെ 12 മണി ഉച്ചക്കൊക്കെ ഒരു ഏകദേശം ലണ്ടൻ മാർക്കറ്റ് സ്റ്റാർട്ടാവും. ലണ്ടൻ മാർക്കറ്റ് സ്റ്റാർട്ടായി കഴിയുമ്പോൾ ഒരു ചെറിയ മൊമെൻറ്റം വേറെ ഉണ്ടാവും, ഒരു വേറെ ടൈപ്പ് ഓഫ് മൊമെൻറ്റം ആയിരിക്കും. കാരണം ഒരു മാർക്കറ്റ് ഇൻ്റർമെർജ്ഡ് ആണ്. അതിൻ്റെ ഇടയിൽ ഏഷ്യൻ മാർക്കറ്റ് സ്റ്റോപ്പ് ആവും. അപ്പം ആ സമയത്ത് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും മാർക്കറ്റ്. കാരണം ഒരു മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ബയേഴ്സ്, സെല്ലേഴ്സ് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള സമയം ഉണ്ടാവും. അപ്പം ലണ്ടൻ മാർക്കറ്റ് കഴിയുന്ന സമയമുണ്ട്, അതും ഇതേപോലെ ഒരു ഈവനിങ് ടൈമാണ്. ദുബായിലെ ഈവനിങ് ഏകദേശം ഒരു 5 മണി ആ സമയം, അതായത് നാട്ടിലെ 6:30 ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാം. ഈ ടൈം ഫ്രെയിംസും കാര്യങ്ങളെല്ലാം ഗൂഗിളിൽ കാണാം. അപ്പം ലണ്ടൻ ക്ലോസിങ്ങും ന്യൂയോർക്ക് സെഷൻ ഓപ്പണിങ്ങും ഉണ്ട് ഈവനിങ്. അപ്പം ന്യൂയോർക്ക് സെഷൻ ഓപ്പണിങ്ങിലാണ് ഞാൻ അധികം ലൈവ് സ്ട്രീം പോവാറ്. അപ്പം ന്യൂയോർക്ക് സെഷനിലുള്ള ഓപ്പണിംഗ് സമയത്തും ഇതേപോലെ ക്ലോസിങ്ങിൻ്റെ ഒക്കെ സമയത്തും മൊമെൻറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഏകദേശം ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില സമയത്ത് ഫേക്കായിട്ട് മൊമെൻ്റ് ഒക്കെ ഉണ്ടാവും. കാരണം ഒരുപാട് ഇൻട്രസ്റ്റഡ് ഉള്ള ഏരിയാസ് ഉണ്ടാവും, അവിടോട്ട് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നൊക്കെ സിറ്റുവേഷൻസ് കാണാം. അതെല്ലാം നമുക്ക് അഡ്വാൻസ്ഡ് സീരീസിലോട്ട് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക്കലി ഇതാണ്, നമുക്ക് 3 സെഷൻസാണ് ഉള്ളത്. ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ. ചില ആളുകൾ ഏഷ്യൻ സെഷനിൽ മാത്രം ട്രേഡ് ചെയ്യുന്നവരുണ്ട്, ചിലർ ലണ്ടൻ സെഷനിൽ മാത്രം ട്രേഡ് ചെയ്യും, ചിലർക്ക് ന്യൂയോർക്ക് സെഷൻ ആയിരിക്കും കംഫർട്ടബിൾ, ന്യൂയോർക്ക് സെഷനിൽ മാത്രം ട്രേഡ് ചെയ്യും. കാരണം ആ ഒരു മൂമെൻറ്റ്സും കാര്യങ്ങളും അതിൻ്റെ ഒരു ബിഹേവിയറും ഒക്കെ ഓൾമോസ്റ്റ് ക്യാപ്ചർ ചെയ്ത് കാണും അവർ. കുറേ ദിവസം അതിൽ പ്രാക്ടീസ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി അതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ അത് ഒബ്സേർവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത്, പ്രൈസസ് എങ്ങനെ മാറുന്നത്, ആൾക്കാർ എവിടെ നിന്നാണ് ഇൻട്രസ്റ്റഡ് ആവുന്നത്, ഇതൊക്കെ അവർ ഇതിൻ്റെ അകത്ത് ഒബ്സസ്ഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് കിട്ടും. ഏഷ്യൻ മാർക്കറ്റ് തുടങ്ങുന്ന സമയം ഏഷ്യൻ മാർക്കറ്റ് പുലർച്ചെയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 3 o'clock ഇന്ത്യൻ ടൈം 4:30, പുലർച്ചെ 4:30 ആ സമയത്തൊക്കെയാണ് ഏഷ്യൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ 4:30 പുലർച്ചെ. എൻഡ് ചെയ്യുന്നത് ഏകദേശം ഉച്ച ആ സമയത്ത്. അപ്പം ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഏകദേശം ആ സമയത്ത് ഏഷ്യൻ സെഷൻ ക്ലോസിങ് വരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഏത് ട്രേഡ് എടുക്കാം? ശരിക്കും പറഞ്ഞാൽ സെഷൻ നോക്കിയിട്ടല്ല ഞാൻ ട്രേഡ് ചെയ്യാറ്. നമ്മൾ ലെവൽസ് നോക്കിയിട്ടാണ്. സെഷൻ ഡസൻറ്റ് മാറ്റർ ആക്ച്വലി. നിങ്ങൾ പ്രൈസ് ആക്ഷൻ പഠിക്കുക. മാർക്കറ്റിൻ്റെ അകത്ത് പ്രൈസ് എങ്ങനെ മൂവ്മെൻറ്റ് തരുന്നത്, പ്രൈസ് ആക്ഷനെ പറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് സീരീസിൽ പറയാം ഡീറ്റെയിൽ ആയിട്ട്. പ്രൈസ് ആക്ഷൻ
മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യും. ഇപ്പം മാർക്കറ്റ് ബൈയിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബൈയിങ്ങിൽ ഇടയിൽ കയറിയിട്ട് അങ്ങോട്ട് ബൈ അടിച്ച് ആ ബൈ അടിച്ച സമയത്ത് തന്നെ പിന്നെ നേരെ ലോസ് വരുന്നത് കാണാം നിങ്ങൾക്ക്. അതെന്തുകൊണ്ടാണ്? ആ എൻട്രി ചെയ്ത സ്ഥലം റോങ് ആണ്. നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലം വളരെ റോങ് ഉള്ള പ്രൈസിൽ ആയിരിക്കും. അതായത് ഒരുപാട്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൈസ്, ഇത് മൗസാണ്, ഇത് ലേലത്തിന് വെക്കുകയാണെന്ന് കരുതുക. ഈ സാധനത്തിൻ്റെ പ്രൈസ് ഏകദേശം എത്ര എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാലോ. ഇതിനൊരു 200 രൂപയാണെന്ന് കരുതുക. ഈ 200 രൂപയുള്ള സാധനത്തിൻ്റെ ബിഡ്ഡിങ് വാല്യൂ, ബിഡ് ചെയ്യാന്നാണല്ലോ നമ്മൾ പറയുക ലേലം വിളിക്കുമ്പോൾ, ബിഡ്ഡിങ് വാല്യൂ ഒരു 2000 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നോർമലി എന്താ ചെയ്യുക? ഇത് മേടിച്ച ആൾ അത് വിൽക്കാനല്ല നോക്കുക. ആ വിൽക്കാൻ നോക്കുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് ആരെങ്കിലും പോയിട്ട് ഈ സാധനത്തിൻ്റെ ഒരു കോൺട്രാക്ട് വാല്യൂ ഉണ്ടെന്ന് കരുതാം. അപ്പം ആരെങ്കിലും പോയിട്ട് ഇതിന് ബെറ്റ് ചെയ്യാണ്, ഓക്കെ ഞാനിത് ബൈ ചെയ്യാണ്, 2000 പോയിട്ട് അവൻ ബൈ ചെയ്യുമ്പോൾ എന്താവും? ബാക്കിയുള്ളവരെല്ലാവരും സെല്ല് ചെയ്യുന്ന സമയമാണ്. അത് സെല്ല് ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ ഇടിഞ്ഞ് പോകുമ്പോൾ ആ ബൈ ടോപ്പൊന്ന് ചെയ്തിട്ടുള്ള 2000 ബൈ ചെയ്തിട്ടുള്ള ആളെ ഇതിലെന്താവും? പോർട്ട്ഫോളിയോയിൽ മൈനസ് പോയിക്കൊണ്ടിരിക്കും. അയാൾക്ക് അത് ലോസ് വഹിച്ചിട്ട് സെല്ല് ചെയ്യണം. പിന്നെ അതായത് അയാൾ സെൽ കോൺട്രാക്റ്റ് ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തായി? ആ സെൽ ചെയ്തിട്ടുള്ള സാധനം അയാൾ ബൈ ചെയ്യുന്ന പോലെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അയാൾ അതിൻ്റെ വാല്യൂ എന്താണ്, അതായത് അയാൾ ബൈ ചെയ്തു, മറ്റുള്ളവരെല്ലാം സെല്ല് ചെയ്യണം. അപ്പം ഈ സെൽ ചെയ്യുന്ന എത്രത്തോളം വാല്യൂ കുറഞ്ഞു പോകുന്നു അത്രത്തോളം ആ ബൈ ചെയ്ത ആൾക്ക് എന്തായി? ലോസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അയാൾ അത് അവിടെ എവിടെയെങ്കിലും ലോസ് കട്ട് ചെയ്യണം. ലോസ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മൗസിൻ്റെ പ്രാഥമികമായിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്ന വാല്യൂ എത്രയായിരുന്നു? 200 രൂപ. ചിലപ്പം അത് ആ 200 രൂപ വരെ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2000 രൂപയിൽ നിന്നും അയാളെ പൈസ എത്രയായി മാറും? വെറും 200 രൂപയായി മാറും. ആ 200 രൂപ വരെ അയാൾ വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പം അയാളെ അക്കൗണ്ടിൽ ബാക്കി ഉണ്ടാവുക എത്ര? 2000 രൂപയിൽ ആകെ ബാക്കി ഉണ്ടാവുക 200 രൂപയാണ്. അപ്പം അപ്പോഴും ചിലപ്പം വേറൊരു ചാൻസ് എന്താ? ഇതിൻ്റെ വാല്യൂ തീരാനും ചാൻസ് ഉണ്ടാവും. ഇപ്പം ഈ ക്രിപ്റ്റോയിൽ പല മറ്റുള്ള കോയിൻസ് ഉണ്ട്. ഈ ഡോജ് കോയിൻസ്, മറ്റേത് മറിച്ചത്, ഒരുപാട് കോയിൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കോയിൻസ് എല്ലാം ഇപ്പം ചിലർ ടെമ്പററിലി ക്രിയേറ്റ് ചെയ്യുന്ന കോയിനുകളൊക്കെ ഉണ്ട്. വെറുതെ അതിൽ ഭയങ്കര ഡംപൊക്കെ വരും വാല്യൂവിൽ. അപ്പോൾ അത് ടോപ്പ് എന്നൊക്കെ ബൈ ചെയ്താൽ ചിലപ്പോൾ അത് നേരെ പോയിട്ട് ഡംപ് ചെയ്ത് 0 പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന അസെറ്റ് എന്താണെന്നുള്ളതിൻ്റെ ഫണ്ടമെൻ്റൽസ് കൂടെ അറിഞ്ഞിരിക്കണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, മാർക്കറ്റിൽ ഒരെണ്ണം നമ്മൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ടെക്നിക്കൽസാണ്. ടെക്നിക്കൽ നോളജ് നല്ലതാണ്. അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽസ് അറിഞ്ഞിരിക്കണം. ഫണ്ടമെൻ്റൽ മീനിങ് നിങ്ങൾ മാർക്കറ്റിൽ അറിഞ്ഞിരിക്കേണ്ട ന്യൂസ് കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് കാണാൻ ശ്രമിക്കുക. CNBC എന്നൊക്കെയുള്ള ന്യൂസ് ചാനൽസിൽ അത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ ടിക്ടോക്കോ ഇൻസ്റ്റാഗ്രാമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫീഡ് നിറഞ്ഞിരിക്കേണ്ടത് ഈ വക ഫൈനാൻസ് റിലേറ്റഡ് ആയിരിക്കണം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് അല്ലെങ്കിൽ വാർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ്, അതിലെന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവരുടെ ഡിസ്കഷൻസ് ഏത് രീതിയിലാണ് പോകുന്നത്. കാരണം ലോജിസ്റ്റിക്സ് എല്ലാം റിലേറ്റഡ് ആണ്, മാർക്കറ്റിൽ എല്ലാം റിലേറ്റഡ് ആണ്. അപ്പം ഫണ്ടമെൻ്റൽസ് ചില സമയത്ത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നിങ്ങൾ എത്ര നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും ചില സമയത്ത് ആ ടെക്നിക്കൽസിനെ ബീറ്റ് ചെയ്ത് കളയും ഫണ്ടമെൻ്റൽസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലെവൽസ് ഒന്നും റെസ്പെക്റ്റ് ചെയ്യാതെ മാർക്കറ്റ് നേരെ പോയിട്ട് പിന്നെ ലെവൽസ് റെസ്പെക്റ്റ് ചെയ്യും. ഫണ്ടമെൻ്റൽസ് ഓൾവേസ് ഫോളോ ടെക്നിക്കൽസ്. ബട്ട് നമ്മൾ വിചാരിക്കുന്ന ലെവലായിരിക്കില്ല റെസ്പെക്റ്റ് ചെയ്യുക. അതിനും ഒരുപാട് മാറ്റം വന്നിട്ട് വേറെ ഏതെങ്കിലും ലെവൽസ് ആയിരിക്കും പോയിട്ട് അത് റെസ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും പിന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുക. അതും പെട്ടെന്നായിരിക്കും ഉണ്ടാവുക അങ്ങനത്തെ മൂവ്മെൻറ്റ്സ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ നമ്മൾ ഇത് ഫോളോ ചെയ്യണം. ഫണ്ടമെൻ്റൽസ് കൂടെ ഫോളോ ചെയ്യണം. ലോകത്ത് എന്ത് നടക്കുന്നു, ലോക വിപണിയിൽ എന്താണ് നടക്കുന്നത്, പൊളിറ്റിക്സിൽ എന്താണ് നടക്കുന്നത്, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം പ്രത്യേകിച്ച് ഗോൾഡൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം, ചില സമയത്ത് ചില ന്യൂസസിന് ഗോൾഡിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഭയങ്കര വോളറ്റൈലായിരിക്കും. അപ്പോൾ ആ വോളറ്റൈൽ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ കയറി ഇതറിയാതെ ചില ആൾക്കാരൊക്കെ റിവെഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഒരു സെല്ലിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുകളിൽ നിന്നൊക്കെ ടോപ്പ് ഏരിയയിൽ നിന്നും
നമ്മൾ ബൈയിങ് അടിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ബൈയിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുക, ഇതിപ്പം ബൈയിങ് വരും, ഇപ്പം ബൈയിങ് വരും, ഇപ്പം ബൈയിങ് വരും എന്ന് വിചാരിച്ചിട്ട് സെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ബേസിക്കലി ചിലപ്പോൾ എന്തെങ്കിലും ഫണ്ടമെൻ്റൽ റീസൺസ് കാണും മാർക്കറ്റിൻ്റെ അകത്ത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം റിസ്ക്. നമ്മളിപ്പം വിചാരിക്കുകയാണ് ഓക്കെ സെല്ലിംഗ് ആണ് ട്രെൻഡിങ് മാർക്കറ്റിൻ്റെ അകത്ത്. അപ്പം നമ്മൾ കൂടുതലും ശ്രമിക്കേണ്ടത് എന്താ? ഷോർട്ട് ടൈം ഫ്രെയിമിൽ സെല്ലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ലോങ് ടൈം ഫ്രെയിമിൽ എത്ര നോക്കുക. അതായത് ഇപ്പോൾ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിലൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സെല്ലിംഗ് ആണ്. 4 ഹവറിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സെല്ലിംഗ് ആണ്. 15 മിനിറ്റിൽ സെല്ലിംഗ് ആണ്. അപ്പോൾ കയറിയിട്ട് ബൈയിങ് അടിക്കാതിരിക്കുക. ബൈയിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഏരിയാസ് ഉണ്ടാവാം. അപ്പം ആ ഏരിയാസിൽ നിന്ന് മാത്രം ബൈയിങ് ട്രൈ ചെയ്യുക. അതല്ല അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണെന്നുണ്ടെങ്കിൽ സെല്ലിലോട്ട് കണ്ടിന്യൂഷൻ മൂവ്മെൻറ്റ് കിട്ടുമോ നോക്കാം. സെൽ ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട് എന്ന് പറയും, മാർക്കറ്റിൽ എപ്പോഴും പറയുന്ന വേർഡാണ്. ട്രെൻഡിങ് സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറുമ്പം ശ്രദ്ധിക്കുക, ലെവൽസ് നോക്കുക, എന്നിട്ട് അതിൻ്റെ ശേഷം മാത്രം സെല്ലിലോട്ട് കയറി അത് സെല്ല് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അതിന് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പ്രൈസ് ആക്ഷൻ ഇപ്പോൾ നമുക്ക് എല്ലാ ഏഷ്യൻ മാർക്കറ്റിലും എല്ലാ മാർക്കറ്റിലും യൂസ് ചെയ്യാം. പ്രൈസ് ആക്ഷൻ യൂണിവേഴ്സലാണ് എല്ലാ മാർക്കറ്റിലും, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലടക്കം എല്ലാ പേഴ്സിലും, ഗോൾഡിലാണെങ്കിലും ബിറ്റ് കോയിനിലാണെങ്കിലും വേറെ ഏത് അസറ്റ്സിലാണെങ്കിലും പ്രൈസ് ആക്ഷൻ യൂണിവേഴ്സലാണ്. പ്രൈസ് ആക്ഷൻ എല്ലാത്തിനും ഫോളോ ചെയ്തിരിക്കും. അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഓപ്ഷൻ ട്രേഡിംഗ് ആയാലും ശരി പ്രൈസ് ആക്ഷൻ ഫോളോ ചെയ്യും. എത്രയൊക്കെ വലിയ വലിയ സ്ട്രാറ്റജീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളുകളായാലും അതിൻ്റെയൊക്കെ മുകളിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്നൊരു സാധനമാണ് മാർക്കറ്റിലെ പ്രൈസ് ആക്ഷൻ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഞാൻ പറയാറുള്ളത്. സോ പ്രൈസ് ആക്ഷൻ നിങ്ങൾ മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കണം. നമുക്കപ്പം പ്രൈസ് ആക്ഷൻ എന്താന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ പ്രൈസിനുണ്ടാവുന്ന ആക്ഷൻസ് ആണ്. അതായത് ഇപ്പോൾ മാർക്കറ്റ് ബേസിക്കലി ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോവുക. ഒരു ബൈയിങ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് അതിങ്ങനെ ബൈ വന്നുകൊണ്ടിരിക്കുകയല്ല ചെയ്യുക. നോർമലി ബൈയിങ് ആണ് എന്താണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 രൂപയുടെ സാധനം ഒരു 100 രൂപ എത്തിയെന്ന് കരുതാം. അപ്പോൾ ആ 100 രൂപ എത്തുന്ന സമയത്ത് ഒരുപാട് പേര് അത് സെല്ല് ചെയ്യാൻ ചാൻസ് ഇല്ലേ? ഒരുപാട് പേര് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ 100 രൂപ എത്തുന്ന സമയത്ത്. അപ്പോൾ ആ 100 രൂപ ഒരു 50 രൂപ വരെയൊക്കെ എത്തുന്ന സമയത്ത് ആ ബൈയിങ് മിസ്സായിട്ടുള്ള ആളുകൾക്ക് എന്ത് വരും? ഇൻട്രസ്റ്റഡ് ആവും. ഈ സാധനം 100 വരെ പോയിരുന്നു, ഇതിപ്പം അതിൻ്റെ പകുതി എത്തി, 50 രൂപ എത്തി. അപ്പോൾ എന്താവും? ആ ഏരിയയിൽ നിന്ന് വീണ്ടും ബൈയിങ് വരാനാണ് ചാൻസ്. അതാണ് പ്രൈസ് ആക്ഷൻ. അപ്പോൾ അത് മൊമെൻറ്റം ഒരു ക്യാൻഡിൽ ഇങ്ങനെ കാണാണ്, നിങ്ങൾ കാണാൻ ഒരു 5 മിനിറ്റിൽ ഒരു 5 or 6 ക്യാൻഡിൽസ്, ഗ്രീൻ ക്യാൻഡിൽസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഒരു ഏരിയയിലോട്ട് വന്നു. പിന്നെ നിങ്ങൾ കാണാൻ കുറേ റെഡ് ക്യാൻഡിൽസ്, അതിൻ്റെ പകുതി ആ ഒരു മല പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഒരു പകുതി ഏരിയയിലോട്ട് വന്ന് പിന്നെയും ഉണ്ടാവും പോകുന്നു മാർക്കറ്റ് മുകളിലോട്ട്. അത് ഈ സെയിം മെത്തേഡാണ്. ആളുകൾ ഇൻട്രസ്റ്റഡ് ആണ് വീണ്ടും ബൈ ചെയ്യണം. കാരണം മാർക്കറ്റ് ഒരു ബൈയിങ് ട്രെൻഡിലാണ് എന്തുണ്ടെങ്കിൽ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആവാൻ എന്താ? ബൈയിങ്ങിലാണ്. അപ്പം അതാണ് ബേസിക്കലി സെയിം പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസിനുണ്ടാകുന്ന ആക്ഷൻസാണ് മാർക്കറ്റ്. അപ്പോൾ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്ന് നന്നായിട്ട് മാർക്കറ്റിൽ പഠിച്ച് മാക്സിമം പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. നോർമലി ഇങ്ങനെ ചാർട്ടിൽ കാണുമ്പോൾ ഒരുപാട് ബിഗിനേഴ്സിന് കൺഫ്യൂസിങ് ആയിരിക്കും. അതിൽ ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും അത് പ്രൈസ് ആക്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ക്ലാരിറ്റിയിൽ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് ബേസിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ക്യാൻഡിൽസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ടൈം ഫ്രെയിംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ചാർട്ടിൻ്റെ അകത്ത് ട്രേഡിംഗ് വ്യൂ, മെയിൻ ചാർട്ട്, ഇതിൻ്റെ അകത്തുള്ള സെറ്റപ്പുകൾ പറഞ്ഞു. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൈസ് കാണാം, ഒരു സൈഡിൽ താഴെ നമുക്ക് ഡേറ്റും ടൈമും കാണാം. പിന്നെ ബ്രോക്കറിനെ പറ്റി സംസാരിച്ച്, നമുക്കൊരു ബ്രോക്കർ നിർബന്ധമായിട്ടും വേണം ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ആ ബ്രോക്കറിൻ്റെ അകത്ത് നമുക്ക് ലോട്ട് സൈസും ഉണ്ടാവും, ലീവറേജും ഉണ്ടാവും. അതിനെപ്പറ്റി പറഞ്ഞു. പിന്നെ ഇനി ഇത് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ നെക്സ്റ്റ് സെഷനിലോട്ട് വരുമ്പോൾ അടുത്ത സീരീസ് വരും. നിങ്ങൾ അടുത്ത സീരീസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം നിങ്ങൾക്ക് അറിയാത്തപ്പോൾ ഈ സീരീസിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ പുറമെ എന്തെങ്കിലും ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ്. ഞാൻ എല്ലാ കമൻറ്റും വായിക്കാം. സമയം കിട്ടുമ്പോൾ ഞാൻ കമൻറ്റ് വായിച്ച് റീപ്ലൈ തരാൻ ശ്രമിക്കാം. ഇനി കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ എന്തായാലും കമൻറ്റ് വായിക്കും. എന്നിട്ട് അതിനനുസരിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഐ ഹോപ്പ് ഇതൊരു ഫ്രൂട്ട്ഫുൾ വീഡിയോ ആയിരിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്.
അറിയാത്ത ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ഒരു നോളജും ഇല്ലാത്തവർക്ക് നമ്മളെ ഈ ഒരു സീരീസ് ഞാൻ അടുത്ത ഇപ്പം നാട്ടിലാണുള്ളത്, ദുബായിൽ പോകുന്നതിന് മുമ്പ് ഒരു 3-4 സീരീസെങ്കിലും ഇട്ടിട്ട് ബേസിക് ടു അഡ്വാൻസ്ഡ് ഒരു ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ആൾ തൊട്ടിട്ട് ആ ആൾക്ക് കംപ്ലീറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റും, എനിക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഇത് പഠിക്കാൻ പറ്റും എന്നെങ്കിലും ഒരു വിശ്വാസത്തിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു എയിമാണുള്ളത്. അങ്ങനെ ആവട്ടെ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.